ഈ ടെസ്റ്റ് പരമ്പര ഇന്ത്യ നേടും? എന്തെങ്കിലും പ്രതീക്ഷയുണ്ടോ? അട്ടപടലം തോറ്റു നിൽക്കുന്ന ഒരു അവസ്ഥയിൽ ഇവിടെ നിൽക്കുന്ന സമയത്ത് ഗംഭീറിനെ സംബന്ധിച്ചിടത്തോളം ഇത് ഒരു അഗ്നിപരീക്ഷ തന്നെയാണ്. ഇന്ത്യൻ ടീമിൻ്റെ ഏറ്റവും വലിയ പരാതി എന്ന് പറഞ്ഞാൽ പിച്ചിൽ പുല്ല് ധാരാളമുണ്ട് എന്നുള്ളതായിരുന്നു. അപ്പോൾ അത്തരത്തിൽ പോലും ഭയക്കുന്ന ഒരു ടീമായി മാറിയോ ഈ ടീം ഇന്ത്യ എന്നുള്ളതാണ് എന്നെ ആശങ്കപ്പെടുത്തുന്നത്. കോച്ച് വന്നിട്ട് എന്താ പറയുന്നത്? താരങ്ങൾക്ക് നിരന്തരം പരിക്കാണ്, താരങ്ങൾക്ക് കൺസിസ്റ്റൻസി. ഇത് പറയാനാണോ ഒരു കോച്ചിനെ അവിടെ വെച്ചിട്ടുള്ളത്? ഇന്ത്യയിലെ ഫിറ്റ്നസ് ടീമിന് എന്താണ് പണി എന്നുള്ളത് NCA എന്നുള്ളൊരു വലിയൊരു സ്ഥാപനം ബാംഗ്ലൂരിലുണ്ട്. ഇഷാൻ കിഷൻ എത്ര കാലം ഒരു മികച്ച പെർഫോമൻസ് ഇല്ലാതെ ടീമിൽ നിന്നിട്ടുണ്ട്. കളിക്കാരെ ശരിക്കും പിഴിഞ്ഞെടുക്കുകയാണ് BCCI എന്ന് പറയുന്നത്. ഗംഭീറിനെ നമ്മൾ കുറച്ചെങ്കിലും മലയാളികൾ കുറച്ചെങ്കിലും ഇഷ്ടപ്പെടുന്നത് സഞ്ജു സാംസൺ അവസരം നൽകി എന്നുള്ള ഒറ്റ കാരണം കൊണ്ടാണ്. വിരാട് കോഹ്ലിയെയും രോഹിത് ശർമ്മയെയും ഒക്കെ അങ്ങനെയാണോ നമ്മൾ കൈകാര്യം ചെയ്യേണ്ടത്? പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ കുറെ യുവതാരങ്ങൾ വരുന്നുണ്ട്, എന്നാൽ നിങ്ങൾ നിർത്തിക്കോ എന്ന് പറഞ്ഞ് അവരെ കൊണ്ട് വിരമിപ്പിച്ചതുപോലെ അങ്ങനെയാണോ ചെയ്യേണ്ടത്? ലോകകപ്പ് ഫുട്ബോളിലേക്ക് വരുമ്പോൾ മെസ്സിയെയും ക്രിസ്ത്യാനോ റൊണാൾഡോയൊക്കെ ആ നാട്ടുകാരെങ്ങനെയാണ് വരിക? അവരുടെ പെർഫോമൻസ് ആണല്ലോ ഇതിന്റെ മാനദണ്ഡം എന്ന് പറയുന്നത്. വിരാട് കോഹ്ലി എന്ന അധികായൻ ടെസ്റ്റും T20 ക്രിക്കറ്റും മതിയാക്കി, രോഹിത് ശർമ്മ മതിയാക്കി, രവിചന്ദ്ര അശ്വിൻ ഒരു സമയത്ത് ഇന്ത്യയിൽ പ്രധാനപ്പെട്ട താരമായിരുന്നു, അദ്ദേഹം മതിയാക്കി. ഒരുപാട് മതിയാക്കിയതാണോ മതിയാക്കിപ്പിച്ചതാണോ? നമസ്കാരം, ടാക്ടിക്സിലേക്ക് സ്വാഗതം. ഇന്ത്യൻ ക്രിക്കറ്റ് ടീം ഒരു ടെസ്റ്റ് പരമ്പരയിലേക്ക് പ്രവേശിക്കുന്നതിന് മുന്നോടിയായിട്ടുള്ള സന്നാഹ മത്സരം കളിക്കുകയാണ് ഇപ്പോൾ ശ്രീലങ്കയിൽ. ആദ്യത്തെ കളി അവസാനിക്കുമ്പോൾ തീർച്ചയായിട്ടും ഒരു വെല്ലുവിളി ലങ്കയുടെ ഭാഗത്തു നിന്നും വരുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ആദ്യത്തെ ദിവസം 8 വിക്കറ്റിന് 363 റൺസ് എന്ന നിലയിലേക്ക് എത്തിയിരിക്കുകയാണ് SLC 11 എന്ന് പറയുന്നത്. തീർച്ചയായിട്ടും ഇതൊരു സൂചനയായിട്ട് വേണമെങ്കിൽ നമുക്ക് കണക്കാക്കാം. ശ്രീലങ്കൻ പര്യടനം നമ്മൾ പ്രതീക്ഷിക്കുന്ന പോലെ അത്ര എളുപ്പമാകില്ല ഇന്ത്യൻ ടീമിന് എന്ന്. മാത്രവുമല്ല, ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിനെ ക്യാപ്റ്റൻ ശുഭ്മാൻ ഗില്ലിന് പരിക്കേറ്റത് കാരണം ആദ്യ ദിവസം കളിക്കാൻ കഴിയാത്ത സാഹചര്യം കൂടി ഉണ്ടാകുന്നു. പരിക്കുകൾ ആശങ്കപ്പെടുത്തുന്നു ഇന്ത്യൻ ടീമിനെ. 2 ചോദ്യങ്ങളാണ് പ്രധാനമായിട്ടും മുന്നോട്ട് ഉയരുന്നത് ഈ ഘട്ടത്തിൽ. കളിക്കാരിൽ ഉണ്ടാക്കുന്ന അമിതമായിട്ടുള്ള ജോലിഭാരം, മറ്റൊന്ന് ഈ തുടർ പരമ്പരകൾ, തോൽവി പരമ്പരകളിൽ നിന്ന് ഇന്ത്യ കരകയറുമോ എന്നുള്ളതാണ്. എനിക്കിപ്പം MSK ഉണ്ട്, ഒപ്പം ഫൈസൽ ഹംസയും ചേരുകയാണ്. MSK, നമ്മൾ ഏതാണ്ട് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ആയിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇന്ത്യൻ ടീമിലെ ചില അപ്രതീക്ഷിത ചലനങ്ങളെക്കുറിച്ചിട്ട്. അത് ഈ പരമ്പരയ്ക്ക് ഇറങ്ങുന്നതിന് മുമ്പായിട്ട്, പുറപ്പെടുന്നതിന് മുമ്പായിട്ട് കോച്ച് ഗംഭീർ പറഞ്ഞൊരു കാര്യം, കൃത്യമായിട്ടുള്ളൊരു മുന്നറിയിപ്പ് അദ്ദേഹം താരങ്ങൾക്ക് നൽകുന്നു. ഇത് നമുക്ക് ജയിക്കേണ്ടത് അനിവാര്യമാണ് എന്നുള്ള തലത്തിൽ. ആ അനിവാര്യത എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഒരു പക്ഷേ ഈ പരമ്പരയിൽ തോറ്റാൽ അദ്ദേഹത്തിൻ്റെ സ്ഥാനം തന്നെ തെറിക്കുമെന്നുള്ള ഒരു തിരിച്ചറിവിൽ നിന്നാണെന്ന് തോന്നുന്നു. എന്തായാലും അത്രമാത്രം ക്രൂഷ്യലായിട്ട് ഈ മത്സരത്തെ, ഈ പരമ്പരയെ അവർ കാണുന്നു. ഇപ്പോൾ നമ്മൾ പറഞ്ഞ പോലെ ഈ സ്കോർ കാർഡ് ഒരു ഗംഭീരമായിട്ടുള്ള സൂചന തന്നെയാണോ ഇന്ത്യയുടെ വെല്ലുവിളി മുന്നിലുള്ളത്? തീർച്ചയായും വലിയൊരു വെല്ലുവിളി തന്നെ നേരിടാനുള്ള സാധ്യത കൂടുതലാണ്. കാരണം ശ്രീലങ്കയ്ക്കെതിരെ നമ്മൾ കഴിഞ്ഞ കുറേ കാലമായി ടെസ്റ്റിൽ ഒരു അപ്രമാദിത്യം ഉണ്ടെങ്കിൽ കൂടിയും ശ്രീലങ്ക അവരുടെ നാട്ടിൽ എന്ത് ചെയ്യും എന്നുള്ളത് എനിക്ക് കണ്ടറിയണം. കാരണം ഒരു ദിവസം കൊണ്ടാണ് അവർ 360+ റൺസ് നേടിയിരിക്കുന്നത്. ഏതാണ്ട് 300 മുകളിലുള്ള സ്കോർ പോലും ശ്രീലങ്കയിൽ വലിയ സ്കോറാണ്. ശ്രീലങ്ക നോർമലി ഒരു 300 താഴെയാണ്, ഒരു 280 അല്ലെങ്കിൽ 280, 270, 280 ഒക്കെയാണ് നോർമലി ശ്രീലങ്കയിൽ ഒരു ദിവസത്തെ ആവറേജ് സ്കോർ ഉണ്ടാവാറുള്ളത്. പക്ഷേ ഇത് 360ക്കും മുകളിൽ ഏതാണ്ടൊരു അഗ്രസീവ് സ്റ്റൈൽ തന്നെയാണ് അവർ കളിച്ചിരിക്കുന്നത്. ഒരുപക്ഷെ ക്രിക്കറ്റിൻ്റെ മാറ്റങ്ങൾ ഇത് നമുക്ക് അങ്ങനെ മാറ്റമെന്ന രൂപത്തിലൊക്കെ പറയാൻ സാധിക്കും. എങ്കിൽ കൂടിയും ഇന്ത്യയുടെ സ്ട്രെങ്ത് നോക്കുമ്പോൾ ഇന്ത്യയുടെ ഒരുവിധം ആക്കിബ് നബി ഒഴിച്ച് ബാക്കി എല്ലാവരും പന്തെറിഞ്ഞിട്ടുണ്ട്. രവീന്ദ്ര ജഡേജ പോലുള്ള വെറ്ററൻ 400 വിക്കറ്റിന് അടുത്ത് വരെ നിൽക്കുന്ന, 2 വിക്കറ്റ് വീഴ്ത്തി, അതെ, അതായത് 90 ടെസ്റ്റോളം കളിച്ചിട്ടുള്ള ആളുകളുണ്ട്. ശുഭ്മാൻ ഗിൽ ഇല്ല എന്നുള്ളതും പരിക്കൊരു വലിയ കൺസേൺ ആണ്. കാരണം നമ്മൾ എല്ലാ ദിവസവും പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു സംഭവമാണ് പരിക്ക്. ഇന്ത്യയിലെ ഫിറ്റ്നസ് ടീമിന് എന്താണ് പണി എന്നുള്ളത് NCA എന്നുള്ളൊരു വലിയൊരു സ്ഥാപനം ബാംഗ്ലൂരിലുണ്ട്. ഒരുപാട് പരിക്ക്, എന്നിട്ടും ഒരു 15 ആളെ പോലും തികക്കാൻ പറ്റാതെ നമ്മളിങ്ങനെ ഒഴുകുകയാണ്. ഈ ടെസ്റ്റിൽ തന്നെ സായി സുദർശനുള്ള സാധ്യത ഇല്ല. അതുപോലെ ഇന്ത്യയിൽ റെഗുലറായി ടെസ്റ്റ് കളിക്കുന്ന ഒരുപാട് പേരില്ല. ജസ്പ്രീത് ബുംറ ഇല്ല. ബുംറയ്ക്ക് പകരക്കാരനായിട്ടാണ് ആക്കിബ് നബി ഇറങ്ങിയിരിക്കുന്നത്. പക്ഷേ ബുംറയ്ക്ക് പകരക്കാരനായിട്ടാണോ ആക്കിബ് നബിയെ ഉൾപ്പെടുത്തേണ്ടത് എന്ന് പറഞ്ഞുകൊണ്ട് കഴിഞ്ഞ ദിവസം വസീം ജാഫർ ഒരു ക്വസ്റ്റ്യൻ ഉന്നയിച്ചിരുന്നു. അതോടെ നിൽക്കട്ടെ. പക്ഷേ പരിക്ക് കാരണം ഇല്ലാത്തവരുടെ ലിസ്റ്റ് നോക്കുമ്പോൾ എത്ര പേരാണ്? സായി സുദർശൻ, ജസ്പ്രീത് ബുംറ, അതിനൊപ്പം വാഷിങ്ടൺ സുന്ദർ, നിതീഷ് കുമാർ റെഡ്ഡി, അങ്ങനെ ഒരു വലിയ നിരയാണ്. അതിനൊപ്പം ഇപ്പം ഈ മത്സരത്തിൽ, ഈ സന്നാഹ മത്സരത്തിൽ ശുഭ്മാൻ ഗില്ലും കളിച്ചിട്ടില്ല, റെഗുലർ ക്യാപ്റ്റനാണ്. അപ്പോൾ ക്യാപ്റ്റൻ പോലും പരിക്ക് കാരണം മാറി നിൽക്കുന്ന ഒരു അവസ്ഥ വന്നു എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും ഈ NCA എന്നുള്ള അവരുടെ ഒരു നമ്മുടെ ഫിറ്റ്നസ് ടീം തീർച്ചയായും ചോദ്യം ചെയ്യപ്പെടേണ്ട ഒരു അവസ്ഥയാണുള്ളത്. അപ്പോൾ ആ ഒരു ഘട്ടത്തിൽ നോക്കുമ്പോൾ ശ്രീലങ്ക ഒരു നല്ല സ്കോർ ഇവിടെ ഉയർത്തിയിരിക്കുന്നു. ഇന്ത്യ ശ്രീലങ്ക ടെസ്റ്റ് പരമ്പര എന്ന് പറയുമ്പോൾ ഒരുപാട് ഓർമ്മകൾ നമ്മുടെ മനസ്സിലുണ്ട്. ശ്രീലങ്കയുടെ അപ്രമാദിത്യം നിറഞ്ഞ ഒരുപാട് ഓർമ്മകളുണ്ട്. എൻ്റെ മനസ്സിൽ പെട്ടെന്ന് വരുന്നത് സനത് ജയസൂര്യയുടെ 952 റൺസ് നേടിയ ശ്രീലങ്കൻ ഇന്നിങ്സാണ്. ജയസൂര്യയും റോഷൻ മഹാനാമയും ചേർന്ന് ഇന്ത്യൻ ബോളിങ്ങിനെ തച്ച് തകർത്ത ആ ഒരു ഓർമ്മയുണ്ട്. അപ്പം
ശ്രീലങ്ക എപ്പോഴും ഒരു കാലഘട്ടത്തിൽ അവരുടെ പ്രഭവമുള്ള കാലഘട്ടത്തിൽ അവരെപ്പോഴും ഇന്ത്യക്ക് വെല്ലുവിളി ഉയർത്തിയിട്ടുണ്ട്. ശ്രീലങ്കയുടെ ലെജൻസ് ആയിട്ടുള്ള ഒരുപാട് മുത്തയ്യ മുരളീധരൻ്റെ പന്തുകൾ നമുക്കറിയാം. അതിനുശേഷം സംഘക്കരയും അതുപോലെ മഹേല ജയവർദ്ധനയും ഒക്കെ ഇന്ത്യയെ എങ്ങനെ നേരിട്ടു എന്ന് നമുക്കറിയാം. അപ്പോൾ ശ്രീലങ്ക ഒരിക്കലും ഒരു ചെറിയ ടീമല്ല എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യമാണ്. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യ ടെസ്റ്റിൽ കഴിഞ്ഞ 1-2 വർഷമായിട്ട് അട്ടപടലം തോറ്റു നിൽക്കുന്ന ഒരു അവസ്ഥയിൽ ഇവിടെ നിൽക്കുന്ന സമയത്ത് ഗംഭീറിനെ സംബന്ധിച്ചിടത്തോളം ഇത് ഒരു അഗ്നിപരീക്ഷ തന്നെയാണ്. ഈ ടെസ്റ്റ് പരമ്പരയ്ക്ക് ശേഷം ഗംഭീർ വീണ്ടും തുടരുകയാണെങ്കിൽ അത് ഇന്ത്യൻ സെലക്ടർമാർ, BCCIയും ഇന്ത്യൻ സെലക്ടർമാരും ഇന്ത്യൻ ക്രിക്കറ്റിനോട് ചെയ്യുന്നൊരു പാതകമായിട്ട് തന്നെയാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. 2 കാര്യം അപ്പം MSK പറഞ്ഞതിൽ 2 പോയിന്റുകൾ. ഒന്ന്, തുടർച്ചയായിട്ടുണ്ടാകുന്ന പരിക്കുകൾ. ഈ പരിക്കുകൾ എങ്ങനെ വരുന്നു എന്ന് ചോദിച്ചാൽ ഒരേ ടീം ഇങ്ങനെ ഒരേ താരങ്ങൾ ഇങ്ങനെ കളിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ ഇന്ത്യൻ ക്രിക്കറ്റിനെ സമീപകാലത്ത് അനലൈസ് ചെയ്യുമ്പോൾ നമ്മൾ മനസ്സിലാക്കിയ ഒരു കാര്യം എന്ന് പറയുന്നത്, ഏതാണ്ട് അന്താരാഷ്ട്ര ക്രിക്കറ്റ് 50ഓളം മത്സരങ്ങൾ ആവറേജ് ഇന്ത്യ താരങ്ങൾ ഒരു വർഷം കളിക്കുന്നുണ്ട്. ഇതിന് പുറമെയാണ് 2 മാസം നീളുന്ന IPL എന്ന് പറയുന്ന മറ്റൊരു ചൂഷണം. കളിക്കാരെ ശരിക്കും പിഴിഞ്ഞെടുക്കുകയാണ് BCCI എന്ന് പറയുന്നത്. അതിന് വരുന്ന യാത്രകൾ, നിരന്തര ഇന്ത്യൻ സിറ്റീസിലെ ക്രോസിൽ അങ്ങനെ നടത്തുന്ന യാത്രകൾ, പിന്നെ വിശ്രമമില്ലാതെ വീണ്ടും ഇൻ്റർനാഷണൽ ക്രിക്കറ്റ് കളിക്കുന്നു. അവിടെയൊക്കെ വരുന്ന ഒരു പ്രധാനപ്പെട്ട ചോദ്യം എന്ന് പറയുന്നത്, ഈ പരിക്കുകൾ സ്വാഭാവികമാണ്, കളിക്കാരനെ സംബന്ധിച്ച് പരിക്കുകൾ സ്വാഭാവികമാണ്. പക്ഷേ അവർ സംരക്ഷിക്കാൻ കഴിയും നമുക്ക്. എങ്ങനെയാണെന്ന് വെച്ചാൽ കൃത്യമായിട്ടുള്ള റൊട്ടേഷൻ പോളിസി നടപ്പാക്കുക, മറ്റ് വിദേശ രാജ്യങ്ങൾ നടപ്പാക്കിയതുപോലെ പ്രധാന താരങ്ങൾക്ക് കൃത്യമായ ഇടവേളകളിൽ വിശ്രമം കൊടുക്കുക. ഇവിടെ വിശ്രമം കിട്ടുന്നത് എപ്പോഴാണ്? പരിക്ക് പറ്റുമ്പോൾ മാത്രമാണ് അയാൾക്ക് മാറുന്നത്. അപ്പോൾ നമ്മുടെ സിസ്റ്റം ഏതാണ്ട് 2000 കാലഘട്ടത്തിൽ തൊട്ട് കേട്ടു തുടങ്ങിയ ഒരു കാര്യമാണ് റൊട്ടേഷൻ സിസ്റ്റം നടപ്പാക്കണം, കളിക്കാരെ റൊട്ടേറ്റ് ചെയ്യണം എന്നുള്ളത്. മറ്റൊന്ന്, 3 ഫോർമാറ്റിലും 3 ടീമുകളെ സാധ്യമാകണമെങ്കിൽ ഈ തരത്തിലുള്ള പരിക്കുകൾ, കുറേ പേർക്കെങ്കിലും വിശ്രമം കൃത്യമായിട്ട് നൽകാൻ കഴിയും എന്നുള്ളതാണ്. ഇനി അതുമല്ല, സ്പ്ലിറ്റ് ക്യാപ്റ്റൻസി എങ്കിലും നടപ്പാക്കണം, 2 ഫോർമാറ്റിന്, അല്ലെങ്കിൽ ക്യാപ്റ്റനെങ്കിലും മാറുക എന്നുള്ളതാണ്. അപ്പം ഫൈസൽ കഴിഞ്ഞ പതിറ്റാണ്ടുകളിൽ ക്രിക്കറ്റ് നിരീക്ഷിക്കുന്ന കാലം നോക്കുമ്പോൾ ഇപ്പോഴത്തെ ഈ ഇന്ത്യൻ ടീം ചെയ്തു കൂട്ടുന്ന എന്ത് കാര്യമാണ്? അത് അവരുടേതായിട്ടുള്ള ജോലിഭാരം കൊണ്ടുള്ള ഒരു പ്രശ്നമാണോ ഈ പറയുന്ന തോൽവികളും പരിക്കുകളും ഒക്കെ വരുന്നത്? അതല്ല, ഈ ഇന്ത്യൻ ടീമിന് അവരുടെ ഒരു ഇൻറ്റഗ്രിറ്റി നഷ്ടമാകുന്നുണ്ടോ ഈ കളിക്കാരെ സംബന്ധിച്ച്? അവർക്ക് ജയിക്കണം എന്നുള്ളൊരു തോന്നൽ പോലും നഷ്ടമാകുന്ന തരത്തിലേക്ക്. അതിലുപരിയായിട്ട് ഏറ്റവും വലിയ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, ഇന്ത്യൻ ക്രിക്കറ്റിൻ്റെ ജനപ്രീതി കാര്യമായിട്ട് ഇടിയുന്നോ എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട ചോദ്യം. അപ്പം മൊത്തത്തിൽ നോക്കുമ്പോൾ ഈ ടീം ഒരു കഴിഞ്ഞ 5 വർഷത്തെ 10 വർഷത്തെ കണക്കെടുത്താൽ എങ്ങനെയാണ് ഇന്ത്യൻ ക്രിക്കറ്റ് ടീം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്? അതിജീവിക്കുമോ? എനിക്കതിൽ ആദ്യം അനുപേട്ടനോട് ചോദിക്കാനുള്ളത്, അനുപേട്ടൻ അവസാനമായി ഒരു പൂർണ്ണമായ തോതിൽ ഒരു ടെസ്റ്റ് ക്രിക്കറ്റ് മത്സരം കണ്ടതെന്നാണ്? തീർച്ചയായിട്ടും അത് വർഷങ്ങൾ വഴക്കമുണ്ട്. ഒരു പക്ഷേ ഏറ്റവും ആവേശത്തോടു കൂടി പെട്ടെന്ന് ഓർമ്മ വരിക ഒരു പക്ഷേ സച്ചിൻ്റെ അവസാന ടെസ്റ്റ് ആയിരിക്കും. അപ്പോൾ അത് അദ്ദേഹത്തിൻ്റെ പ്രസംഗം പോലും നമ്മൾ കണ്ണുചിമ്മാതെ കണ്ടിരുന്നു. അതായത് ആഷസൊക്കെ ഇപ്പോഴും ആവേശമുണ്ട്. ഇന്ത്യയുടെ ഒരു മാച്ച് എന്നുള്ളതാണ്. അതിപ്പോൾ ഒരു പക്ഷേ ഇന്ത്യ ഓസ്ട്രേലിയ ഒക്കെ നമ്മൾ കാണുമായിരിക്കാം. മുമ്പ് അങ്ങനെ ആയിരുന്നോ സ്ഥിതി എന്നുള്ളതാണ്. ഇന്ത്യ ഏത് ഫോർമാറ്റിൽ കളിക്കുമ്പോഴും നമ്മളെല്ലാം പൂർണ്ണമായി, ഇപ്പോൾ ഓസ്ട്രേലിയ ഒക്കെ ആയിട്ടുള്ള കളിയാണെങ്കിൽ അത് 5 ദിവസവും മുഴുവൻ സെഷനും ഇരുന്ന് കണ്ടത് നമുക്ക് ഓർമ്മയുണ്ട്. കടകൾക്ക് മുന്നിൽ പോയി കടകൾക്ക് ക്ലബ്ബുകളിലാണെങ്കിലും എൻ്റെയൊക്കെ ഓർമ്മയിൽ, എൻ്റെയൊക്കെ സ്കൂൾ ടൈമിൽ, ഇനിയിപ്പോൾ സ്കൂളാണെങ്കിൽ പോലും ജസ്റ്റ് ഇൻ്റർവെല്ലിന് വിടുമ്പോൾ ആ സമയത്ത് പോലും നമ്മൾ ആ മത്സരത്തിൻ്റെ സ്കോർ എന്തായി, ആ കുറഞ്ഞ ഓവറുകളെങ്കിലും കാണാൻ ശ്രമിച്ചിരുന്ന ഒരു സമയമുണ്ട് ടെസ്റ്റ് ക്രിക്കറ്റ്. ഇന്ന് എത്രത്തോളം ആളുകൾ ടെസ്റ്റ് ക്രിക്കറ്റ് അതേ ആവേശത്തോടെ കാണുന്നുണ്ട് എന്നുള്ളൊരു ചോദ്യചിഹ്നമാണ്. അത് ടെസ്റ്റ് ക്രിക്കറ്റിൽ മാത്രമല്ല, ഈവൻ 50 ഓവർ മത്സരങ്ങളിൽ പോലും നമ്മൾ ഏതാണ്ട് റീൽസ് കാണുന്നത് പോലെ ക്രിക്കറ്റിനെയും സമീപിക്കാൻ തുടങ്ങി എന്നുള്ളതാണ്. ഇന്ത്യയിൽ എന്തുകൊണ്ട് ക്രിക്കറ്റിന് ജനപ്രീതി കുറയുന്നു എന്നുള്ളത് ചോദിച്ചാൽ അതിന് 2020 ഒരു കാരണമാണ് എന്നാണ് ഞാൻ പറയാം. 2020യിലേക്ക് ആളുകൾ കൂടുതൽ ശ്രദ്ധ പോയപ്പോൾ ഫ്രാഞ്ചൈസി ക്രിക്കറ്റിലേക്കുള്ള ഒരു ആവേശത്തിലേക്ക് ആളുകൾ മാറി എന്നുള്ളതാണ്. 2 മാസം അത് ഈ ഫ്രാഞ്ചൈസികളോടുള്ള നമ്മുടെ ആ ഒരു പ്രത്യേക താല്പര്യം കാരണം അവിടെ ഒരു ഫാൻ ഫൈറ്റും എല്ലാം വരുന്നു എന്നുള്ളതാണ്. മറുവശത്ത് ഇന്ത്യ കളിക്കുമ്പോൾ അത്രത്തോളം ആവേശം വരാത്ത ഒരു കാഴ്ച സമീപകാലത്ത്, ഒരുപക്ഷെ ലോകകപ്പ് പോലുള്ള മത്സരങ്ങളിലല്ല ഞാൻ പറയുന്നത്, ഈ പരമ്പരകൾ 2020 പരമ്പരകൾ IPL കാണുന്ന ആവേശത്തോടെ പോലും ആളുകൾ കാണുന്നില്ല, സ്കിപ്പ് ചെയ്ത് വിടുന്നുണ്ട് എന്നുള്ളതാണ്. അതായത് ഈ ഫോർമാറ്റ് ചേഞ്ച് ചെയ്തു. മാത്രമല്ല എൻ്റർടൈനിങ്, ക്രിക്കറ്റ് പൂർണ്ണമായും ഒരു എൻ്റർടൈനിങ്ങിലേക്ക് മാറിയതോടുകൂടി 50 ഓവർ മത്സരമൊക്കെ കാണാൻ ഇപ്പം എനിക്ക് തോന്നുന്നില്ല ആളുകൾ. മുമ്പൊക്കെ ബ്രയാൻ ലാറ ബാറ്റ് ചെയ്യുമ്പോൾ നമ്മൾ അദ്ദേഹത്തിൻ്റെ ഓരോ ഷോട്ടും അദ്ദേഹം എങ്ങനെ കളിക്കുന്നു എന്ന് നോക്കിയിട്ടാണ് നമ്മൾ കാണുന്നത്. മഗ്രാത്ത് പന്തെറിയുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഓരോ പന്തിലുമുള്ള വൈവിധ്യമായിരുന്നു നമ്മൾ ശ്രദ്ധിച്ചിരുന്നത്. മറുവശത്ത് ഇപ്പോൾ സിക്സർ കാണാനും വിക്കറ്റ് കാണാനും വേണ്ടി മാത്രം ക്രിക്കറ്റ് കാണുന്നതിലേക്ക് നമ്മളെല്ലാം, ഞാൻ ഏതെങ്കിലും ഒരാളുകളെയല്ല, നമ്മുടെ പോലും ഫോക്കസ് അതിലേക്ക് മാറുന്നു എന്നുള്ളത്
ഒരു പ്രശ്നമായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. മറ്റൊന്ന്, ഇന്ത്യൻ താരങ്ങൾക്ക് എന്തുകൊണ്ട് പരിക്കേൽക്കുന്നു എന്നുള്ളത്. ഇപ്പോൾ നേരത്തെ സൂചിപ്പിച്ചു, ടൈറ്റായിട്ടുള്ള 2 മാസത്തെ ഷെഡ്യൂൾ, ഒരു വിശ്രമവുമില്ല. അതിന് തൊട്ട് പിന്നാലെ അതിനിപ്പോൾ ഒരു ടീം ഇട്ടിട്ടാണെങ്കിൽ പോലും ചില മുതിർന്ന താരങ്ങൾക്ക് വിശ്രമം നൽകുകയാണെങ്കിലും ഉടൻ തന്നെ മറ്റൊരു പരമ്പര ഷെഡ്യൂൾ ചെയ്യുന്നു. അതിന് തൊട്ട് പിന്നാലെ വീണ്ടും ഷെഡ്യൂൾ ചെയ്യുന്നു. ഇങ്ങനെ ബാക്ക് ടു ബാക്ക് ഷെഡ്യൂളാണ്. 100-150 മത്സരങ്ങളൊക്കെയാണ് IPL അടക്കം ഒരു താരത്തിന് ഒരു പക്ഷെ കളിക്കേണ്ടി വരികയാണെങ്കിൽ, മുഴുവൻ കളിക്കുകയാണെങ്കിൽ വരുന്നത്. അത് ഹെക്റ്റിക്കാണ്. നമുക്ക് 50 ദിവസത്തോളം അവർ കളിക്കളത്തിലുണ്ട്. അത് ഭയങ്കര ഹെക്റ്റിക്കാണ് എന്നുള്ളത് കൂടെ, അത്രയും ഫിസിക്ക് നിലനിർത്തുക എന്നുള്ളത് ഒരു പ്രയാസമാണ്. രണ്ടാമത്തെ ഒരു പ്രശ്നം, ഇതിലെ കോർ പ്രശ്നം എവിടെയാണ്? ഇപ്പോൾ തുടർച്ചയായി ഇന്ത്യയുടെ പ്രകടനം മോശമായി വരുന്നു എന്ന് വിലയിരുത്തുന്നു. ആരാണ് അതിന് ഉത്തരവാദി? ഇത്രയും അധ്വാനിക്കുന്ന, ഹാർഡ് വർക്ക് ചെയ്യുന്ന, അതായത് 180 ദിവസവും രാജ്യത്തിന് വേണ്ടിയോ അല്ലെങ്കിൽ ടീമിനു വേണ്ടിയോ കളിക്കുന്ന ഈ ക്രിക്കറ്റ് താരങ്ങളെയാണോ നമ്മൾ കുറ്റപ്പെടുത്തുന്നത്? അല്ലെങ്കിൽ അവരെ അതിന് നിർബന്ധിക്കുന്നവരെയാണോ അതിന് നമ്മൾ കുറ്റപ്പെടുത്തേണ്ടത്? മാത്രമല്ല, അങ്ങനെ കളിക്കുന്ന താരങ്ങളിൽ ഉണ്ടാക്കുന്ന ഒരു അരക്ഷിതാവസ്ഥ ഉണ്ടാക്കുന്ന ഇന്ത്യൻ ടീം മാനേജ്മെൻറ്റിനെ നമ്മൾ കുറ്റപ്പെടുത്തേണ്ടത്. എത്ര താരങ്ങൾക്ക് തൻ്റെ ബാറ്റിംഗ് ഓർഡറിൽ, ആ ഫോർമാറ്റിൽ, ഏതെങ്കിലും ഒരു പ്രത്യേക ഫോർമാറ്റിൽ ഇന്ത്യൻ ടീമിൽ സുരക്ഷിതത്വമുണ്ട്, സ്ഥിരതയുണ്ട്? നിരന്തരമായി ബാറ്റിംഗ് ഓർഡറുകൾ ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുന്നു. താരങ്ങളെ മാറി മാറി നിരന്തരം പരീക്ഷിച്ചുകൊണ്ടിരിക്കുന്നു. അതിന് റൊട്ടേഷൻ, ഈ പറയപ്പെട്ട റൊട്ടേഷൻ്റെ പേരാണ് പറയുന്നത്. 3 ഫോർമാറ്റിൽ ഡിഫറെൻറ്റ് ക്യാപ്റ്റന്മാരെ നമ്മൾ കൊണ്ടുവരുന്നു, ഡിഫറെൻറ്റ് താരങ്ങളെ കൊണ്ടുവരുന്നു. പക്ഷേ കളിക്കാരുടെ എണ്ണം എത്രത്തോളം മാറുന്നുണ്ട്? ഈ റൊട്ടേഷൻ എത്രത്തോളം മാറുന്നുണ്ട്? അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഫോർമാറ്റിൽ കൃത്യമായി കൺസിസ്റ്റൻ്റ് ആയ ഒരു ടീമിന് ഇന്ത്യക്ക്, ഇപ്പോൾ അടുത്ത വർഷം ലോകകപ്പ് ക്രിക്കറ്റ് 50 ഓവറിൽ വരാൻ പോവുക. എങ്ങനെയാണ് ആ ഒരു ലോകകപ്പിലേക്ക് ഇന്ത്യയുടെ മുന്നൊരുക്കം? ഇപ്പോഴും കൺസിസ്റ്റൻ്റ് ആയിട്ടുള്ള ഒരു ടീമുണ്ടോ? മാത്രമല്ല, ഒരു ബിറ്റ്സ് ആൻഡ് പീസ് എന്ന് പറയപ്പെടുന്ന ഈ ഒരു പക്ഷേ നമ്മളെ ഓൾറൗണ്ടേഴ്സ്, അങ്ങനെയുള്ള ഓൾറൗണ്ടർ നമുക്കറിയാം. ഹാർദിക് പാണ്ഡ്യ നമ്മുടെ ഒരു പ്രധാനപ്പെട്ട ഓൾറൗണ്ടറാണ്. ഇപ്പോൾ ഈ പറയപ്പെട്ടതുപോലെ ഹാർദിക് പാണ്ഡ്യയ്ക്ക് പരിക്കേറ്റു. പകരം നമ്മൾ നിതീഷ് റെഡ്ഡിയെ നമ്മൾ അതിലേക്ക് ഇരുന്നു, അദ്ദേഹത്തിനും പരിക്കേൽക്കുന്നു. പിന്നീടുള്ളത് വാഷിങ്ടൺ സുന്ദറിനെ. അങ്ങനെ ആയത് ഒരാൾ വരുമ്പോൾ അദ്ദേഹത്തിനും പരിക്കാണ്. അപ്പോൾ എന്താണ് സംഭവിക്കുന്നത്? സ്വാഭാവികമായും ടീം നിരന്തരം തോൽക്കുകയും ചെയ്യുന്നു. കോച്ച് വന്നിട്ട് എന്താ പറയുന്നത്? താരങ്ങൾക്ക് നിരന്തരം പരിക്കാണ്, താരങ്ങൾക്ക് കൺസിസ്റ്റൻസി ഇല്ല. ഇത് പറയാനാണോ ഒരു കോച്ചിനെ അവിടെ വെച്ചിട്ടുള്ളത്? അപ്പോൾ ബേസിക് പ്രശ്നം എവിടെയാണ്? അവിടേക്ക് ഫോക്കസ് ചെയ്യുന്നുണ്ടോ? ഇപ്പോൾ നിലവിൽ സെലക്ടർമാർ, ഇപ്പോൾ അഗാർക്കറുമായിട്ടൊരു പ്രശ്നമുണ്ട്. അപ്പോൾ ഈ പ്രശ്നം, അതിൻ്റെയൊക്കെ ബാക്കി പത്രങ്ങൾ നമ്മൾ ചർച്ച ചെയ്തതാണ്. അഗാർക്കറിനോട് എന്താണ് ഇപ്പോൾ BCCIക്കുള്ള പ്രശ്നം? അഗാർക്കറിൻ്റെ ട്രാക്ക് റെക്കോർഡ് എടുത്ത് നോക്കുകയാണെങ്കിൽ അദ്ദേഹത്തെ കുറ്റപ്പെടുത്താൻ കഴിയില്ല. പക്ഷേ ഇപ്പോഴത്തെ ഇൻകൺസിസ്റ്റൻസിക്ക് അദ്ദേഹം പോലും ഒരു കാരണക്കാരനാണ് എന്നുള്ളത് പറയാതെ വയ്യ. പക്ഷേ എങ്കിൽ പോലും അഗാർക്കറെ ഇപ്പോൾ രോഹിത് ശർമ്മയുമായി ബന്ധപ്പെട്ട വിഷയത്തിലാണ് എന്ന് എല്ലാവർക്കും അറിയാം. അപ്പോൾ ഒരു വശത്ത് ഗൗതം ഗംഭീറിൻ്റെ അദ്ദേഹത്തിൻ്റെ തൻപോരിമ അവിടെയുണ്ട്. ഡ്രസ്സിംഗ് റൂമിൽ സീനിയർ താരങ്ങളോട് അദ്ദേഹം ഇടപഴകുന്നതിലെ പ്രശ്നമുണ്ട്. ഒരു താരത്തിന് അദ്ദേഹത്തിൻ്റെ കൃത്യമായ പൊസിഷൻ, ബാറ്റിംഗ് ഓർഡർ കീപ്പ് ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ള പ്രശ്നമുണ്ട്. നിരന്തരമായി സ്പിന്നിനെ പിന്തുണയ്ക്കുന്ന പിച്ചുകളിൽ ഇന്ത്യ നിരന്തരം പരാജയപ്പെടുന്നു. ഇന്ത്യയാണെന്ന് മനസ്സിലാക്കണം. സ്പിന്നിൻ്റെ ഒരു കാലത്ത് സ്പിൻ ബൗളിങ്ങിനെ ഏറ്റവും ജനകീയമാക്കിയ, ഏറ്റവും ലോകോത്തര താരങ്ങളെ നൽകിയ രാജ്യമാണ്. ആ രാജ്യം നിരന്തരമായി സ്പിൻ ബൗളിങ്ങിന് മുന്നിൽ പരാജയപ്പെടുന്നു. ഇപ്പോൾ ഇംഗ്ലണ്ടിനെതിരായ 3ാമത്തെ മത്സരത്തിൽ കുൽദീപിനെ കളിപ്പിച്ച ഒരു ഡ്രൈ ആയിട്ടുള്ള പിച്ച്, ഒരു പക്ഷേ പിച്ചിനെ കൃത്യമായി അതിനെ നിർണ്ണയിക്കുന്നതിലും അതിനെ വിലയിരുത്തുന്നതിലും വരെ കോച്ച് പരാജയപ്പെടുന്നു എന്നുള്ളതാണ്. ഇത് ഗൗതം ഗംഭീറിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിൻ്റെ ഡെഡ് ലൈനാണ്. ഇവിടെ കൂടി പരാജയപ്പെട്ട അടുത്ത ലോകകപ്പിനെ ഗൗതം ഗംഭീറിനെ എങ്ങനെയാണ് ഇന്ത്യൻ ക്രിക്കറ്റിൽ കോച്ചായി വന്നത് എന്നുള്ളത് തർക്കമില്ലാത്ത കാരണമാണ്. അതിലെ സംശയങ്ങൾ ഇപ്പോഴും നിലനിൽക്കുന്നതാണ്. പലരുടെയും കൃത്യമായ താല്പര്യങ്ങൾ നടപ്പാക്കുന്നതിന് വേണ്ടി അദ്ദേഹം മാത്രമായിരുന്നോ അതിന് യോഗ്യനായിട്ടുള്ള ആൾ? അദ്ദേഹത്തെ കൊണ്ടുവരുന്നതിൽ പലതരത്തിലുള്ള രാഷ്ട്രീയ താല്പര്യങ്ങൾ ഉണ്ടായിരുന്നു എന്നുള്ളത് പകൽ പോലെ അന്ന് തന്നെ പലരും വിമർശിച്ചതാണ്. അത് വ്യക്തവുമാണ്. മാത്രമല്ല, ഇന്നിപ്പോൾ അദ്ദേഹം തന്നെ മുൻകൈയെടുത്ത് കൊണ്ടുവന്ന അദ്ദേഹത്തിൻ്റെ സഹപരിശീലകരടക്കം ഈ കളിക്ക് ഞങ്ങളില്ല എന്ന് പറഞ്ഞു പോയി. അവരുടെ വിയോജിപ്പ് കൃത്യമായി പുറത്ത് പറഞ്ഞില്ല, വ്യക്തിപരമായ കാരണം എന്ന് പറഞ്ഞേ ഉള്ളൂ. പക്ഷെ ഫോക്കസ് ഗൗതം ഗംഭീറിലേക്കാണ്. അതുകൊണ്ടാണ് പറഞ്ഞത്, ഇത് നമുക്ക് എന്നുള്ളതല്ല, ഇത് എനിക്ക് നിർണായകമായ ഒരു ടൂർണമെൻ്റാണ്, പരമ്പരയാണ്, ഇവിടെ പോയാൽ എല്ലാം പോയി എന്നുള്ളതാണ് ഗൗതം ഗംഭീർ പറഞ്ഞത്. നിങ്ങൾ നന്നായിട്ട് കളിക്കണമെന്ന പ്രഷർ ചെയ്യുകയാണ് ഒരു കോച്ച്. കാരണം അദ്ദേഹത്തിൻ്റെ സ്ഥാനം പോകുമെന്നുള്ളത്. മാത്രമല്ല 5 കാര്യങ്ങൾ അദ്ദേഹം എടുത്തു പറയുന്നു. ഒന്ന്,
ശ്രീലങ്ക എന്ത് തന്ത്രം പറഞ്ഞാലും അതിന് മറുപടി ഉണ്ടായിരിക്കണം. അത് കളിക്കാരോട് അദ്ദേഹം പറയുകയാണ്, പറഞ്ഞു കൊടുക്കേണ്ട ആളാണ് ഈ പറയുന്ന സ്റ്റേറ്റ്മെൻറ്റ് നടത്തുന്നത്. അങ്ങനെ 5 കാര്യങ്ങൾ. അപ്പോൾ അദ്ദേഹം പുതിയ 2 താരങ്ങളെ സ്വാഗതം ചെയ്യുകയും ചെയ്യുന്നു. നിങ്ങൾ കുടുംബത്തിന് അഭിമാനം ഉണ്ടാകുന്ന തരത്തിൽ വേണം കളിക്കാൻ, പന്തെറിയാൻ, നേട്ടമുണ്ടാക്കുക. ഇതൊക്കെ പറയുന്നത് നിങ്ങൾ കളിച്ചെങ്കിൽ മാത്രമേ എനിക്ക് നിലനിൽക്കാൻ കഴിയൂ എന്നുള്ളൊരു രീതിയിലേക്ക് ഗംഭീർ പതറ്റിക്കായിട്ട് മാറുന്നു എന്നുള്ളതാണ് ഞാൻ പറഞ്ഞത്. ഈ ഇന്ത്യയിൽ ക്രിക്കറ്റിൻ്റെ ജനകീയത കുറയുന്നോ എന്ന ഒരു ഫോക്കസ്, ഒരു പോയിന്റിലേക്ക് നമ്മൾ ഒരിക്കലും എത്തുമെന്ന് കരുതിയതല്ല. കാരണം ഇന്ത്യയിൽ ക്രിക്കറ്റ് അത്രമാത്രം ശക്തമാണ്, സജീവമാണ്, ശതകോടികളുടെ ബിസിനസ്സാണ്. പക്ഷേ ഞാൻ ആ കണക്കുകൾ പരിശോധിച്ചപ്പോൾ ഇന്ത്യയിൽ ടെലിവിഷനിൽ ക്രിക്കറ്റ് കാണുന്നവരുടെ എണ്ണം 26% കുറഞ്ഞു അത്രേ. രണ്ടാമതൊരു കാരണവും ഫൈസൽ പറഞ്ഞതിലുണ്ട്. രണ്ടാമത്തേന്ന് പറഞ്ഞാൽ ഹൈലൈറ്റ് കാണുന്നതിലേക്ക് അതിൽ OTT പ്ലാറ്റ്ഫോമുകളുടെ ഒരു സാന്നിധ്യം നിർണായക പങ്ക് വച്ചിട്ടുണ്ട്. നമ്മൾ ജിയോ ഹോട്ട്സ്റ്റാറോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ആപ്പിലൂടെയോ ക്രിക്കറ്റ് കാണുകയാണ് ഇപ്പോൾ. അതായത് മറ്റേ നമ്മൾ ക്ലാസ് കട്ട് ചെയ്തും ജോലി ഉപേക്ഷിച്ചും പകൽ മുഴുവൻ ഇരുന്ന് കളി കണ്ടിരുന്നുവെങ്കിൽ ഇത്തവണ വൈകുന്നേരം വരുന്ന ജോലി കഴിഞ്ഞതിന് ശേഷം നമ്മൾ ക്രിക്കറ്റ് കാണുന്ന ശീലത്തിലേക്ക് മാറുന്നുണ്ട്. മറ്റൊന്ന് ഇതിലും വലിയ ഒരു പ്രശ്നം ഇന്ത്യയിൽ വരുന്നുണ്ട്. അതായത് മറ്റ് ഗെയിമുകളുടെ സാന്നിധ്യം, യുവാക്കളുടെ താല്പര്യം. ഈവൻ ഫോർമുല 1 നമുക്ക് അറിയാമല്ലോ, കൊച്ചിയിലൊരു ഫോർമുല 1 കാർ വന്നപ്പോൾ നമ്മൾ ചെന്ന് കണ്ടപ്പോൾ അവിടെ വലിയൊരു ജനക്കൂട്ടമാണ്, യൂത്താണ്. യൂത്തൊന്നും മാത്രമല്ല, പ്രായമായവരും വന്നിട്ടുണ്ട്. മക്കൾക്കൊക്കെ പറഞ്ഞും കേട്ടും അവർക്കും ഈ മത്സരങ്ങൾ അവർ കാണുന്നുണ്ട് അത്രേ, ഫോർമുല 1 റേസ് എന്ന് പറയുന്നത്. അപ്പോൾ ഫോർമുല 1 റേസിൻ്റെ, മോട്ടോർ സ്പോർട്സിൻ്റെയൊക്കെ ആധിക്യം, പിന്നീട് OTT ഗെയിംസുകളുടെ ഒരു ധാരാളിത്തം, മറ്റ് ഗെയിമുകളിലേക്കുള്ള ഒരു അത്തരത്തിലുള്ള ആൾക്കാരുടെ ഒരു പോക്ക്, ഇതൊക്കെ പറയുന്നത് സൂചിപ്പിക്കുന്നതും ക്രിക്കറ്റ് ചെറുതായെങ്കിലും ഇന്ത്യയിൽ വെല്ലുവിളി നേരിടുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഇതിനെ തിരിച്ചു പിടിക്കേണ്ടത് അനിവാര്യമാണ്, കുറഞ്ഞ പക്ഷം PCCക്കെങ്കിലും. അപ്പോൾ അതിന് ഇനിയിപ്പോൾ അവർക്ക് ചെയ്യേണ്ടി വരിക എന്തുള്ളതെന്ന് ചിന്തിക്കുമ്പോൾ തീർച്ചയായിട്ടും കളിയുടെ മേന്മ മെച്ചപ്പെടുത്തുക എന്നുള്ളതാണ്. ആ കളിയുടെ മേന്മ മെച്ചപ്പെടുത്താനുള്ള ഉപാധികൾ തിരയുമ്പോഴാണ് അവിടെ പൊളിറ്റിക്സ് ഒരു നിർണായക ഘടകമാകുന്നത്. അപ്പോൾ അവിടെ എന്താണ് ശരിക്കും ഇനിയിപ്പോൾ ഒരു പരിഹാരമായിട്ടുണ്ടാകുക MSK? അല്ല, പരിഹാരത്തേക്കുപരി നമ്മുടെ കാലഘട്ടങ്ങൾ കൂടി നമ്മൾ വിശകലനം ചെയ്യണം. കാരണം നമ്മളും നിങ്ങളും എല്ലാവരും നമ്മൾ കളി കണ്ടുകൊണ്ടിരുന്ന കാലവും ഈ കാലവും തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട്. നമ്മൾ കളി കണ്ടുകൊണ്ടിരുന്ന സമയത്ത് ഇൻ്റർനെറ്റ് ഇല്ല, മറ്റേ OTT പ്ലാറ്റ്ഫോംസ് ഇല്ല. നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഓപ്ഷൻ അല്ലെങ്കിൽ എൻ്റർടൈൻമെൻറ്റ് എന്നുള്ളത് ഈ ക്രിക്കറ്റ് കാണുക എന്നുള്ളതായിരുന്നു. അപ്പോൾ ആ ഒരു സമയത്ത് നിന്ന് ഇപ്പോൾ ഒരുപാട് ഓപ്ഷൻസ് ഈ നിലവിലുള്ള തലമുറക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ലൈനിൽ നോക്കുമ്പോൾ കാലങ്ങൾ മാറുന്നതിനനുസരിച്ചിട്ട് അതിൻ്റെ ഒരു നമ്മൾ കുറച്ചുകൂടി ഫാസ്റ്റ് ആയിട്ടുള്ള ഒരു ലോകത്താണ് ജീവിക്കുന്നത്. അപ്പോൾ നമുക്ക് അത്രത്തോളം സമയമില്ല എന്നുള്ളതും ഒരു വിഷയമാണ്. അതായത് നമ്മുടെ മുമ്പിൽ ഓപ്ഷൻസ് ഇഷ്ടം പോലെ ഉണ്ട്. ഇപ്പം പഴയ സിനിമകളൊക്കെ നമ്മൾ പറയാറുണ്ട്, പല സിനിമകളും പിന്നെ ഈ മറ്റു ഭാഷാ ചിത്രങ്ങളിൽ നിന്നും കൃത്യമായിട്ടും കോപ്പി ചെയ്തിട്ട് അത് മലയാളത്തിലേക്ക് പ്ലേസ് ചെയ്തിട്ട് അത് വലിയ ഹിറ്റായി മാറിയൊരു സമയമുണ്ടായിരുന്നു. അന്നത് ആരും അറിഞ്ഞിരുന്നില്ല. പ്രത്യേകിച്ചും പ്രിയദർശൻ്റെയൊക്കെ ചിത്രങ്ങളെക്കുറിച്ച് അങ്ങനെ ഒരു ആരോപണങ്ങൾ നമ്മൾ പലപ്പോഴും ശ്രദ്ധിക്കാറുണ്ട്. പക്ഷെ കാലങ്ങൾ ഒരുപാട് കഴിഞ്ഞ് ഇപ്പോൾ നമ്മുടെ മുമ്പിലേക്ക് OTTയും മറ്റുമൊക്കെ വഴി ഒരുപാട് പിന്നെ എല്ലാ ഭാഷകളിലുള്ള ചിത്രങ്ങളും നമ്മൾ കാണുമ്പോൾ ഇതല്ലേ അത് എന്ന് നമുക്ക് തോന്നുന്നുണ്ട്. നമുക്ക് കൃത്യമായിട്ട് അത് പിന്നെ മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. അതുകൊണ്ട് തന്നെ പഴയതുപോലെ അവർക്ക് ആ കോപ്പി ക്യാറ്റ് പരിപാടികൾ നടക്കുന്നില്ല. അപ്പം കാലങ്ങൾക്കനുസരിച്ച് ഒരുപാട് മാറ്റങ്ങൾ എല്ലാ ഗെയിമിലും ഉണ്ടാവും എന്നുള്ളത് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇപ്പം നേരത്തെ സച്ചിൻ്റെ ഒരു കാര്യം പറഞ്ഞു. അപ്പോൾ സച്ചിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ സച്ചിൻ്റെ കളി കാണാൻ വേണ്ടി നമ്മളൊക്കെ അത്രയും ആവേശത്തോടെ നിന്നൊരു സമയമുണ്ടായിരുന്നു. ബരാക് ഒബാമ സച്ചിനെ കുറിച്ച് പറഞ്ഞൊരു വാക്കുകളുണ്ടായിരുന്നു, I don't know much about cricket but still I want to watch cricket to see Sachin play, not because I love his play, it's because I want to know the reason why my country's production goes down by 5% when he is batting. അതായത് അമേരിക്കയിൽ 5% അവരുടെ പ്രൊഡക്ഷൻ കുറക്കാൻ പോലും സച്ചിൻ്റെ കളി കൊണ്ട് കഴിഞ്ഞു എന്നുള്ള രീതിയിലാണ് ബരാക് ഒബാമ മുമ്പിലേക്ക് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ആ സമയത്ത് ജനകീയതയൊക്കെ മാറി. പിന്നെയുള്ളത് ഇപ്പം ക്രിക്കറ്റ് കൂടുതൽ ആളുകൾ കാണുന്നുണ്ടോ എന്നുള്ളതിന്, ഇന്ത്യൻ ക്രിക്കറ്റ് കാണുന്നുണ്ടോ എന്നുള്ളതിൻ്റെ പ്രധാനപ്പെട്ട വിഷയം വലിയ താരങ്ങളൊന്നും ഇല്ല. വിരാട് കോഹ്ലി എന്ന അതികായൻ ടെസ്റ്റും T20 ക്രിക്കറ്റും മതിയാക്കി, രോഹിത് ശർമ്മ മതിയാക്കി, രവിചന്ദ്ര അശ്വിൻ ഒരു സമയത്ത് ഇന്ത്യയിൽ പ്രധാനപ്പെട്ട താരമായിരുന്നു, അദ്ദേഹം മതിയാക്കി. ഒരുപാട് മതിയാക്കിയതാണോ മതിയാക്കിച്ചതാണോ? വിരാട് കോഹ്ലി ഏതെങ്കിലും അർത്ഥത്തിൽ ശാരീരിക ബുദ്ധിമുട്ടുകൾ ഉള്ളത് കൊണ്ടോ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ഫിറ്റ്നസ് ഇല്ലാത്തത് കൊണ്ടാണോ കളി നിർത്തിയത്? അതിൻ്റെ പിന്നിലെ പൊളിറ്റിക്സ് കൂടെ ചർച്ച ചെയ്യണം. ഇന്ത്യയിൽ ക്രിക്കറ്റിൻ്റെ ജനകീയത കുറയുന്നുണ്ടെങ്കിൽ അതിന് കൃത്യമായ പൊളിറ്റിക്സ് ഉണ്ട്. ആ പൊളിറ്റിക്സ് ആണ്, ക്രിക്കറ്റിന് പുറത്തെ രാഷ്ട്രീയമാണ് ഇന്ത്യയിലെ എല്ലാ ഗെയിമിനെയും തളർത്തിക്കൊണ്ടിരിക്കുന്നത്. അത് ക്രിക്കറ്റിലേക്കും വളരെ എവിഡൻ്റായി വന്നു എന്നുള്ളതാണ്. വിരാട് കോഹ്ലിയുടെ തീർത്തും അപ്രതീക്ഷിതമായിരുന്നു വിരാട് കോഹ്ലി. മാത്രമല്ല അദ്ദേഹം വളരെ ഒരു മൈൽ സ്റ്റോണിൻ്റെ തൊട്ടടുത്ത് നിന്നാണ് അദ്ദേഹം എനിക്ക് അതുപോലും വേണ്ട എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം ആ കളി മതിയാക്കണമെന്നുണ്ടെങ്കിൽ
അതിന്റെ പിന്നിൽ ആര് എന്നുള്ളത് ചർച്ച ചെയ്യേണ്ട കാര്യം. കൃത്യമായിട്ട് നമ്മൾ കഴിഞ്ഞ ടാക്ടിക്സിലടക്കം പറഞ്ഞിട്ടുണ്ട്. അതായത് ഗൗതം ഗംഭീറിന്റെ സാന്നിധ്യം വലിയൊരു പ്രശ്നം തന്നെയാണ്. കാരണം ഗൗതം ഗംഭീർ ഒരു പ്രോപ്പർ കോച്ച് ആയിരുന്നില്ല ഒരിക്കലും. ഈസ് എ മെന്റർ. അതായത് ലക്നൌവിലാവട്ടെ അല്ലെങ്കിൽ കൊൽക്കത്തയിലാവട്ടെ ഒരു മെന്റർ ആയിരുന്നു. മെന്ററിന്റെ റോൾ എന്താണ്? സച്ചിൻ വർഷങ്ങളോളം മുംബൈ ഇന്ത്യൻസിന്റെ മെന്റർ ആയിരുന്നു. അതുപോലെ മെന്റേഴ്സ് ആയിട്ടുള്ള ഒരുപാട് പേരെ നമുക്കറിയാം. അവർ കോച്ചിങ് ജോലിയില്ല. അവിടെ ആ സമയത്തും മറ്റേ നമ്മുടെ രാജ്പുത് ആയിരുന്നു. രാജ്പുത് ചന്ദ്രകാന്ത് ആ പുള്ളിയായിരുന്നു ഇവരുടെ കോച്ച്. കപ്പടിക്കുന്ന സമയത്തും KKRന്റെ കോച്ച് അദ്ദേഹമായിരുന്നു. അദ്ദേഹം ലൈം ലൈറ്റിൽ നിന്ന് മാറി ഗംഭീർ എന്ന മെന്റർ അവിടെ തിളങ്ങി നിൽക്കുകയാണ്. ആ സമയത്ത് ഞാൻ കൃത്യമായിട്ട് ഓർക്കുന്നു, BCCI VVS ലക്ഷ്മണനെ ആയിരുന്നു കോച്ചാവാൻ വേണ്ടിയിട്ട് നിശ്ചയിച്ചിരുന്നത്. NCAയിൽ ഇരിക്കാം. അത് ലക്ഷ്മണനെ വേണമെങ്കിൽ ഒന്നുകൂടി നിർബന്ധിച്ചിരുന്നെങ്കിൽ അദ്ദേഹം കോച്ചാവുമായിരുന്നു. കാരണം ലക്ഷ്മൺ കുറച്ചുകൂടി നമുക്കറിയാം, അയർലൻഡ് സീരീസും മറ്റേ അതിനുശേഷമുള്ള സിംബാബ്വെ സീരീസും തമ്മിലുള്ള ഏറ്റവും വലിയ വ്യത്യാസം എന്നുള്ളത്, സിംബാബ്വെ സീരീസിൽ എത്ര ഫ്രീ ആയിട്ടാണ് കളിക്കാർ കളിച്ചത്. അവർക്ക് കുറച്ചുകൂടി എക്സ്പ്രസ് ചെയ്യാനുള്ള ഒരു വേ അവിടെ കിട്ടി. അവിടെ ലക്ഷ്മണായിരുന്നു കോച്ച്. അതെ, ഒരു ഹെഡ് മാഷായിട്ട് നിൽക്കുന്ന ഒരാളെ ആളുകൾ ഇഷ്ടപ്പെടില്ല. വടിയെടുത്തുകൊണ്ട് എല്ലാ കുട്ടികളും ഇതിന് ക്ലാസ് പോടാന്ന് പറഞ്ഞിട്ട് നിൽക്കുന്ന ഒരാളെ ആളുകൾക്ക് ഇഷ്ടപ്പെടില്ല. ഇപ്പൊ ഗംഭീറിനെ കൃത്യമായിട്ട് അവിടെ പ്ലേസ് ചെയ്യപ്പെടുന്നു, കോച്ചാവുന്നു. കോച്ചായതിനു ശേഷം അദ്ദേഹത്തിന്റെ അജണ്ട എന്നുള്ളത് കൃത്യമാണ്. നമ്മൾ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, അദ്ദേഹം കളിച്ചിരുന്ന കാലത്ത് ഞാൻ കഴിഞ്ഞ ടാക്ടിക്സിലടക്കം പറഞ്ഞു, ഒരു ഫ്രസ്ട്രേറ്റഡ് ഗൈ ആണ്. എപ്പോഴും ഫ്രസ്ട്രേഷൻ മനസ്സ് സൂക്ഷിക്കുന്ന ഒരാളാണ്. മുമ്പ് പിന്നെ സീനിയർ താരങ്ങളോട്, ധോണിയോടുള്ള ഫ്രസ്ട്രേഷൻ എത്രയോ വർഷം, അതെ, ധോണിയോടുള്ള ഫ്രസ്ട്രേഷൻ എത്രയോ കാലം അദ്ദേഹം പിന്നെ കാത്തു സൂക്ഷിച്ചിരുന്നു. അത് പലപ്പോഴും പരസ്യമായി പറഞ്ഞിട്ടുണ്ട്. വിരാട് കോഹ്ലിയുമായി 2013 IPL-ലും 2021 IPL-ലും പരസ്യമായി അടിക്കാൻ വേണ്ടി നിൽക്കുന്ന ഒരു മനുഷ്യനെയാണ് ഗംഭീറിലൂടെ നമ്മൾ കണ്ടത്. എന്താണ് കാരണം? പ്രത്യേകിച്ച് കാരണമൊന്നുമില്ല. ഒരു കോച്ചാണ് ഒരു കളിക്കാരനെതിരെ പിന്നെ ഫൈറ്റിന് വേണ്ടി മുന്നോട്ടിറങ്ങുന്നത്. അപ്പം അതിലേ എനിക്ക് കൂട്ടിച്ചേർക്കാനുള്ള ഈ NCAയുടെ ഇപ്പം നമ്മളൊക്കെ ചർച്ച ചെയ്യുന്ന ഒരു കാര്യം, അല്ലെങ്കിൽ ദേശീയ മാധ്യമങ്ങൾ ചർച്ച ചെയ്യുന്ന കാര്യം, ഒരു പക്ഷേ VVS ലക്ഷ്മണനെ വീണ്ടും ഒരു സെലക്ടർ റോളിലേക്ക് പരിഗണിക്കുന്നു എന്നുള്ളതാണ്. അത് വരുമ്പോഴേക്ക് VVS ലക്ഷ്മണനെ ഇപ്പോൾ തന്നെ ഉന്നമിട്ട് കഴിഞ്ഞു എന്നുള്ളതാണ്. ഇന്ത്യൻ ടീമിൻ്റെ ഈ പരിക്കുകൾക്ക് കാരണം NCA കൂടെ ഉത്തരവാദിയാണ് എന്നുള്ള ഒരു ഒളിയമ്പ് ഉടൻ തന്നെ അങ്ങോട്ട് വെക്കുകയാണ്. അതായത് കൃത്യമായ പൊളിറ്റിക്സ് അത് കൃത്യമായി ഫോക്കസ് ചെയ്ത് കൊണ്ടുവരുന്നു എന്നുള്ളതാണ് അവിടുത്തെ പ്രശ്നം. ഈ ഗംഭീറിനെ നമ്മൾ കുറച്ചെങ്കിലും, മലയാളികൾ കുറച്ചെങ്കിലും ഇഷ്ടപ്പെടുന്നത് സഞ്ജു സാംസൺ അവസരം നൽകി എന്നുള്ള ഒറ്റ കാരണം കൊണ്ടാണ്. സഞ്ജുവിന് എപ്പോഴും അകമഴിഞ്ഞ പിന്തുണ ഗംഭീർ നൽകിയിട്ടുണ്ട്. ഇപ്പം അല്ലെങ്കിൽ കൂടിയും ആ ഒരു ലൈനിൽ ഒരുപാട് പ്രാവശ്യം പിന്തുണ നൽകിയിട്ടുണ്ട്. ഒരു പക്ഷേ ആ പിന്തുണ നൽകിയത് പോലും സഞ്ജുവിന് 2019 ഏകദിന ലോകകപ്പിന്റെ തൊട്ട് മുമ്പാണ് ഗംഭീർ വലിയ രീതിയിൽ പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് ഇന്ത്യയിലെ ഏറ്റവും മികച്ച നമ്പർ 4 ബാറ്റർ ഇദ്ദേഹമാണ്, നമ്പർ 3 അല്ലെങ്കിൽ നമ്പർ 4 ബാറ്റർ ഇദ്ദേഹമാണ്. അത് കൃത്യമായിട്ടും ധോണിയെ ലക്ഷ്യമിട്ടിട്ടുള്ളായിരുന്നു. ധോണി 2019 ഏകദിന ലോകകപ്പിൽ കളിക്കുമോ കളിക്കണ്ടേ, അല്ലെങ്കിൽ പിന്നെ ആ രീതിയിലുള്ള ഒരു സംശയം വരുമ്പം ധോണിയെയും അതുപോലെ തന്നെ യുവ ബാറ്റ്സ്മാനാണ് വിരാട് കോഹ്ലിയൊക്കെ ലക്ഷ്യമിട്ടുകൊണ്ട് ഈ സഞ്ജു സാംസണോട് പ്ലേസ് ചെയ്യുക എന്നുള്ള രീതിയിൽ തന്നെയായിരിക്കും ഒരുപക്ഷെ അദ്ദേഹം ആ പ്രസ്താവന നൽകിയിട്ടുണ്ടാവുക. അപ്പം ഗംഭീറിന്റെ ഈ ഒരു കോച്ചിങ് പ്രശ്നം അവിടെ കൃത്യമായിട്ട് നേളിക്കുന്നുണ്ട്. ഗംഭീറിനെ സംബന്ധിച്ചിടത്തോളം ഈ കളിക്കാരെയല്ല, നേരത്തെ അനുബ്രോ പറഞ്ഞതുപോലെ കളിക്കാരെ ഉപദേശിക്കുകയല്ല, നിങ്ങൾ കളിക്കാർക്കാണ് ഉപദേശം കൊടുക്കേണ്ടത്. അത് ആ ഒരു പ്രശ്നം അവിടെ നേളിക്കുന്നുണ്ട്. രണ്ടാമത്തെ കാര്യം, ഇനിയിപ്പോൾ ഈ വെല്ലുവിളിയിലേക്ക് വരാം. ശ്രീലങ്ക പര്യടനമാണല്ലോ നമ്മുടെ മുന്നിലുള്ളത്. 6 മാസത്തിന് ശേഷമാണ് ഇന്ത്യ ടെസ്റ്റ് കളിക്കാൻ പോകുന്നത്. ഓസ്ട്രേലിയയും ഇംഗ്ലണ്ടും ഒക്കെ ടെസ്റ്റിൽ കൂടുതലായിട്ട്, അതായത് ബേസിക്സിൽ അവർ ഊന്നി നിൽക്കുമ്പോൾ നമ്മൾ ലിമിറ്റഡ് ഓവർ ക്രിക്കറ്റിലാണ്. ഇന്ത്യ കണക്കെടുക്കുമ്പോൾ ഈ വർഷം ഇതുവരെ ഈ നമ്മൾ ഈ സംസാരിക്കുന്ന ഈ സമയം വരെ ഒറ്റ ടെസ്റ്റാണ് കളിച്ചിട്ടുള്ളത് അഫ്ഗാനിസ്ഥാനെതിരെ ഈ വർഷം കളിച്ചിട്ടുള്ളത്. അതേസമയം 2020 22 മത്സരങ്ങൾ കളിച്ചു കഴിഞ്ഞു ഇന്ത്യ, വേൾഡ് കപ്പ് അടക്കം പരമ്പരകൾ ധാരാളമായിട്ടുണ്ട്. 9 ഏകദിനങ്ങൾ കളിച്ചു കഴിഞ്ഞു. അപ്പം സ്വാഭാവികമായിട്ടും കുറച്ചുകൂടി ക്യാഷ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ വരുമാനം കിട്ടുന്ന തരത്തിലേക്ക് മാത്രം ചിന്തിക്കുന്ന BCCI എന്നുള്ളത് ഒരു ഭാഗത്ത്. രണ്ടാമത് വരുമ്പോൾ ഇത്രയൊക്കെ പ്രശ്നങ്ങൾ നിലനിൽക്കുമ്പോൾ സ്പിന്നിൻ്റെ കാര്യം ആദ്യം ഫൈസൽ പറഞ്ഞു. ആ സ്പിൻ കൺസേൺ ഇപ്പോഴും ഇന്ത്യൻ ടീമിനെ, സാധാരണ സ്പിന്നെ സ്വാഗതം ചെയ്യേണ്ട ഇന്ത്യൻ ടീം അംഗങ്ങൾ ഇപ്പോൾ പേടിക്കുകയാണെന്നുള്ളതാണ്. ഇപ്പം ഇപ്പോൾ ഇന്ന് ആരംഭിച്ച മത്സരത്തിന് ഒറ്റ മുമ്പ് ഇന്ത്യൻ ടീമിൻ്റെ ഏറ്റവും വലിയ പരാതി എന്ന് പറഞ്ഞാൽ പിച്ചിൽ പുല്ല് ധാരാളമുണ്ട് എന്നുള്ളതായിരുന്നു. അപ്പോൾ അത്തരത്തിൽ പോലും ഭയക്കുന്നൊരു ടീമായി മാറിയോ ഈ ടീം ഇന്ത്യ എന്നുള്ളതാണ് എന്നെ ആശങ്കപ്പെടുത്തുന്നത്. അല്ല, ഇന്ത്യ ഇപ്പോൾ ഇത്രയും മത്സരങ്ങൾ കളിച്ചു എന്ന് പറഞ്ഞല്ലോ, അതിൽ തന്നെ ഇന്ത്യ 2020 മത്സരങ്ങളിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു എന്നുള്ളതാണ്. അതായത് കൂടുതൽ വിൽക്കാൻ പറ്റുന്ന മത്സരത്തിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതാണ്. അതായത് ഇപ്പം ഒരു പരമ്പരയ്ക്ക് പോയാൽ 2 ടെസ്റ്റേ കളിക്കുള്ളൂ, 3 ഏകദിനം കളിക്കും, 5 2020 കളിക്കും എന്നുള്ളതാണ് നിലവിലെ ഇന്ത്യയുടെ ഒരു ബേസിക് ഫോർമാറ്റ്. ചിലപ്പോൾ അത് മാറിയേക്കാം. പക്ഷെ അതിൽ തന്നെ ഇന്ത്യ സമീപകാലത്ത് എത്ര വിദേശ പര്യടനം
നടത്തിയെന്നുള്ളത്. ഒക്കെ ഹോം മത്സരങ്ങളിലാണ് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത്. ഈ വിദേശത്ത് പോവുകയാണെങ്കിൽ തന്നെ കൂടുതൽ വെല്ലുവിളികൾ നേരിടുന്ന ഫാസ്റ്റ് പിച്ചുകളുള്ള ഓസ്ട്രേലിയയിൽ ഇന്ത്യ എത്രത്തോളം കളിക്കാൻ സന്നദ്ധമാവുന്നു എന്നുള്ളതാണ്. ഇംഗ്ലണ്ടിൽ പോയതിൻ്റെ സ്ഥിതി നമുക്കറിയാം. അതേക്കുറിച്ച് നേരത്തെ നമ്മൾ ചർച്ച ചെയ്ത വിഷയമായതുകൊണ്ട് അത് കൂടുതൽ പറയേണ്ടത്. ടെസ്റ്റിൽ 2-2 നമ്മൾ പിടിച്ചു ശുഭ്മാൻ ഗില്ലിന്റെ. ഓക്കെ, പക്ഷേ എങ്കിൽ പോലും ഏകദിനത്തിൽ വളരെ ദയനീയമായിരുന്നു. അതായത് സ്ഥിരമായിട്ട് വിദേശങ്ങളിൽ കളിക്കാൻ ഇന്ത്യ ശ്രമിക്കുന്നില്ല എന്നതാണ് അതിലെ പോയിന്റ് പറഞ്ഞു വരുന്നത് ഫൈസൽ. ഇനിയിപ്പം ഇന്ത്യ പോകുന്നത് ന്യൂസിലൻഡിലേക്കാണ്. അവിടെ എന്താകും അവസ്ഥ? അവിടെ 2 ടെസ്റ്റേ കളിക്കുന്നുള്ളൂ കേട്ടോ. പക്ഷേ അവിടെ നമ്മൾ ഒരു ടെസ്റ്റ് മാത്രം 5 ടെസ്റ്റുകളൊക്കെ കളിക്കാൻ പോകുന്നത് ഓസ്ട്രേലിയക്കെതിരാണ്. അത് പക്ഷേ ഇന്ത്യയിൽ തന്നെയാണ് എന്നുള്ളതാണ് വേറെ കാര്യം. അപ്പോൾ ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട്. എന്നിട്ട് നമ്മൾ നിരന്തരം ഒരേ സമയം തന്നെ ഗൗതം ഗംഭീർ പറയുന്നത് എന്താണ്? താരങ്ങൾക്ക് അഡാപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. സമീപകാലത്ത് ഗൗതം ഗംഭീർ തോൽവിക്ക് നിരത്തിയ ഏറ്റവും സുപ്രധാനമായ ഒരു കാരണം ഇതായിരുന്നു. താരങ്ങൾക്ക് അഡാപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല, വിദേശ പിച്ചുകളിലെ വിദേശ സാഹചര്യങ്ങൾ അഡാപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ളതാണ്. ആരാണ് ഇതിനെ അവരെ പര്യാപ്തമാക്കേണ്ടത്? ഒരു സ്പിൻ പിച്ചിൽ കണ്ടാൽ അവിടെ എങ്ങനെ കളിക്കണം എന്ന് അവർക്ക് കൃത്യമായ നിർദ്ദേശം നൽകേണ്ട അതിനാണല്ലോ കോച്ചിനെ വെച്ചിരിക്കുന്നത്. അല്ലെങ്കിൽ എങ്ങനെയാണ് നന്നായി സ്വിങ് ചെയ്യുന്ന പിച്ചിൽ എങ്ങനെയാണ് കളിക്കേണ്ടത് എന്നുള്ളത് അത് ഒരു കോച്ചല്ല. നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇന്ത്യൻ ടീം ഇതൊക്കെ സമീപകാലത്ത് വന്ന മാറ്റങ്ങളാണ്. ഓരോന്നിനും സെപ്പറേറ്റ് കോച്ചിനെയൊക്കെ വെച്ചിട്ട് ഇന്ത്യ വളരെ കുറച്ച് ആയിട്ടുള്ളൂ. അപ്പോൾ ഒരു കോച്ചുണ്ട്, അതിൻ്റെ പിന്നെ അയാൾക്ക് കീഴിൽ ഒരു അസിസ്റ്റൻറ്റ് കോച്ച് ഉണ്ടായിരുന്നു, അദ്ദേഹം പണി നിർത്തിപ്പോയി. ഒരു ബൗളിംഗ് കോച്ച് ഉണ്ടായിരുന്നു മോണി മോർക്കൽ, അദ്ദേഹം നിർത്തുകയാണെന്ന് പറഞ്ഞു. ഒരു ഫീൽഡിംഗ് കോച്ചുണ്ട്. എല്ലാത്തിനും ഇന്ത്യക്ക് സെപ്പറേറ്റ് കോച്ചുണ്ട്. എന്നിട്ടും അഡാപ്റ്റ് ചെയ്യാൻ താരങ്ങൾക്ക് കഴിയുന്നില്ല എന്ന് പറഞ്ഞാൽ അത് താരങ്ങളുടെ പ്രശ്നമാണോ? ഈ താരങ്ങൾ നമ്മൾ നോക്കുക, ഇൻഡിവിജ്വൽ റെക്കോർഡ് എടുത്ത് നോക്കുമ്പോൾ ലോകത്തെ ഏറ്റവും മിടുക്കരായിട്ടുള്ള താരങ്ങളാണ്. ഇതിൽ ആരെയാണ് ഇപ്പം സമീപകാലത്ത് ഇന്ത്യ വളരെ ഏറ്റവും കൂടുതൽ ശ്രദ്ധയോടുകൂടെ നമ്മളൊക്കെ ഭാവിയിലുള്ള ഒരു വിരാട് കോഹ്ലി ആകും എന്നൊക്കെ ആ തരത്തിലേക്ക് വിചാരിച്ചിരുന്ന അഭിഷേക് ശർമ്മ, സമീപകാലത്ത് അദ്ദേഹത്തിൻ്റെ പ്രകടനം ദയനീയമാണ്. കഴിഞ്ഞ 5-6 ഇന്നിങ്സുകളിലായി അദ്ദേഹത്തിന്റെ ലോകകപ്പിൽ 5 ഡെക്കെടുത്താണ്. അപ്പം ലോകകപ്പിലേക്ക് വരുമ്പോൾ അദ്ദേഹത്തിലായിരുന്നു എല്ലാവർക്കും പ്രതീക്ഷയുണ്ടായിരുന്ന ഒരു താരം. അപ്പം ഈ തരത്തിൽ എന്തുകൊണ്ടാണ് ഇവർ പരാജയപ്പെടുന്നത്? ഈ പരാജയപ്പെട്ടിട്ടും ഇപ്പം ഇവിടെ പറഞ്ഞു സഞ്ജു സാംസനെ ഗൗതം ഗംഭീർ കൂടുതൽ സപ്പോർട്ട് ചെയ്തു. ഗൗതം ഗംഭീർ സപ്പോർട്ട് ചെയ്തത് കൃത്യമായി നേരത്തെ MSK പറഞ്ഞ കാരണത്താലാണ്. അതിന് അദ്ദേഹത്തിന് ഒരു രാഷ്ട്രീയം ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ ഉദ്ദിഷ്ട കാര്യം നടന്നപ്പോൾ പിന്നെ സഞ്ജു സാംസൺ അത് കഴിഞ്ഞു. ഈ സഞ്ജു സാംസൺ നമുക്കറിയാം നമ്മുടെ ലോകകപ്പ് ഹീറോയാണ്. ഇന്ത്യക്ക് ലോകകപ്പ് എടുത്തു തന്നത് സഞ്ജു സാംസൺ ആണ്, തനിച്ചാണ്. ആ സഞ്ജു സാംസൺ 3 മത്സരങ്ങളിൽ അദ്ദേഹത്തിന്റെ ഫോം നഷ്ടപ്പെടുമ്പോൾ ടീമിന് പുറത്താണ്. അതിന് കാരണം പറയുന്നത് റൊട്ടേഷൻ എന്നാണ്. എന്തുകൊണ്ടാണ് മറ്റ് താരങ്ങൾക്ക് അത് ബാധകം? അഭിഷേക് ശർമ്മ മാത്രമല്ല, എത്ര താരങ്ങൾ നമുക്ക്, ജിതേഷ് ശർമ്മ എന്തുകൊണ്ടാ, എത്ര താരങ്ങൾ നമ്മൾ, ഇഷാൻ കിഷൻ എത്ര കാലം ഒരു മികച്ച പെർഫോമൻസ് ഇല്ലാതെ ടീമിൽ നിന്നിട്ടുണ്ട്. സഞ്ജുവിന് മാത്രം ഇത് ബാധകമല്ലേ? ഞാനിതൊരു മലയാളി ആ ആംഗിളിലല്ല പറയുന്നത്. സഞ്ജു സാംസണ് മാത്രം മടുത്തിട്ടാണ് സഞ്ജു സാംസൺ കഴിഞ്ഞ ദിവസം അത്തരത്തിലുള്ള ഒരു പ്രസ്താവന നടത്തിയത്. ആരോട് പറയണമെന്നറിയാതെ, ആരോടാണ് അദ്ദേഹം മത്സരിക്കേണ്ടതെന്നറിയാതെ അദ്ദേഹത്തിന് മടുത്തിട്ടാണ്. ഈ പറയപ്പെട്ട അദ്ദേഹത്തിൻ്റെ മെൻറ്ററെന്നോ അല്ലെങ്കിൽ അദ്ദേഹത്തിന് സപ്പോർട്ട് ചെയ്തു എന്ന് പറയപ്പെടുന്ന കോച്ചിന് പോലും ഇത്തരം ദുഷ്ടലാക്കാണ്. അദ്ദേഹത്തിന് യാതൊരു തരത്തിലുള്ള പിന്തുണയും കിട്ടുന്നില്ല എന്നുള്ളതാണ്. ഈ തരത്തിലുള്ള പൊളിറ്റിക്സ് ഇതൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്ന കളിക്കാർക്കും അറിയാം. ഇന്ത്യ കളിക്കുന്ന 11 പേർ, ഇന്ത്യൻ ടീമിൽ കളിക്കുന്ന 11 പേർ പരിക്ക് മാറ്റി നിർത്തിയാൽ ആ ടീമിലെ ഈ രാജ്യത്തെ 140 കോടിയിലധികം വരുന്ന ജനങ്ങളിൽ നിന്ന്, മനുഷ്യരിൽ നിന്ന് തെരഞ്ഞെടുക്കപ്പെടുന്ന ഏറ്റവും മികച്ച 11 പേരായിരിക്കും എന്ന് നിർബന്ധമുണ്ട്. അങ്ങനെയാണല്ലോ രാജ്യത്തെ റെപ്രസെന്റ് ചെയ്യേണ്ടത്. അതല്ല എന്ന് കാണുന്ന എനിക്കും നിങ്ങൾക്കും ഒക്കെ ബോധ്യപ്പെട്ടാൽ ആളുകൾക്ക് മത്സരത്തോട്, ഈ കളിയോടുള്ള ഒരു ആഭിമുഖ്യം കുറയും. ഇതിലെ പൊളിറ്റിക്സ് നിരന്തരമായി അജിത് അഗാർക്കർ ചോദ്യം ചെയ്യപ്പെടുന്നത് അവിടെയാണ്. എന്താണ് രോഹിത് ശർമ്മയ്ക്ക് കൃത്യമായ ഒരു റിട്ടയർമെന്റ് പ്ലാൻ? അടുത്ത ലോകകപ്പിൽ താങ്കൾ ഞങ്ങളുടെ ഈ ലോകകപ്പ് പ്ലാനിലില്ല എന്ന് രോഹിത് ശർമ്മയെ അജിത് അഗാർക്കർ കൃത്യമായി അറിയിക്കുന്നു. അതിനിടയിലാണ് രോഹിത് ശർമ്മ മികച്ച 2 പ്രകടനം നടത്തുന്നു. ഒന്നാമത്തെ കാര്യം ലോർഡ്സിൽ സെഞ്ചുറി അടിച്ചു എന്നുള്ളത് മാത്രമല്ല, അദ്ദേഹം അതിനു മുമ്പും മികച്ചൊരു ഇന്നിങ്സ് നടത്തുന്നു എന്നുള്ളതാണ്. സമീപകാലത്തെ അദ്ദേഹത്തിൻ്റെ പ്രകടനം അത്ര മോശം എന്ന് പറയാൻ പറ്റില്ല നാഷണൽ ടീമിന് വേണ്ടിയിട്ട്. മാത്രമല്ല, അങ്ങനെ ഒരു സെലക്ടർക്ക് ചെയ്യാൻ കഴിയുമോ? ഒരാളുടെ പ്രായം മാത്രമാണോ അതിൻ്റെ മാനദണ്ഡം? അങ്ങനെയാണെങ്കിൽ ലോകകപ്പ് ഫുട്ബോളിലേക്ക് വരുമ്പോൾ മെസ്സിയെയും ക്രിസ്ത്യാനോ റൊണാൾഡോയൊക്കെ ആ നാട്ടുകാരെങ്ങനെയാണ് വരിക? അവരുടെ പെർഫോമൻസ് ആണല്ലോ ഇതിൻ്റെ മാനദണ്ഡം എന്ന് പറയുന്നത്. വിരാട് കോഹ്ലിയെ
ശർമ്മയെയും രോഹിത് ശർമ്മയെയും ഒക്കെ അങ്ങനെയാണോ നമ്മൾ കൈകാര്യം ചെയ്യേണ്ടത്? പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ കുറേ യുവതാരങ്ങൾ വരുന്നുണ്ട്, എന്നാൽ നിങ്ങൾ നിർത്തിക്കോ എന്ന് പറഞ്ഞ് അവരെ കൊണ്ട് വിരമിപ്പിച്ചതുപോലെ അങ്ങനെയാണോ ചെയ്യേണ്ടത്? അത്തരത്തിൽ ഒരു അല്പം മാന്യത ഇവരൊക്കെ രാജ്യത്തിന് വേണ്ടി വിയർപ്പൊഴുക്കിയവരല്ലേ, അവരർഹിക്കുന്നില്ലേ? ഇനി അത് പോകട്ടെ, തൊട്ടടുത്തത് വരുന്നത് എന്താണ്? BCCI ജനറൽ സെക്രട്ടറി തന്നെ പറഞ്ഞതാണ്, അദ്ദേഹം എത്രത്തോളം കാലം കളിക്കുന്നോ അത്രത്തോളം ഞങ്ങളുടെ പ്ലാനിൽ അദ്ദേഹം ഉണ്ടായിരിക്കും എന്ന് പറയുന്നത്. അതായത് സെലക്ടറുടെ പ്ലാനിലുള്ളതൊന്ന് BCCI അതിനെ തിരുത്തി പറയുന്നു എന്നുള്ളതാണ്. ഈ തരത്തിലുള്ള ഒരു രാഷ്ട്രീയമായ ഒരു എന്താ പറയുക, ഇൻഹൗസ് രാഷ്ട്രീയം ഇന്ത്യൻ ക്രിക്കറ്റിലുണ്ട് എന്നുള്ളത് കൂടിയാണ് ഇന്ത്യൻ ക്രിക്കറ്റിനെ ബാധിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ആശങ്ക. ഈ പരിക്കുകൾക്കൊക്കെ അപ്പുറത്തേക്ക് അടുത്ത ലോകകപ്പിലേക്ക് ഇന്ത്യൻ ടീം പോകുമ്പോൾ ഉയരുന്ന ഏറ്റവും വലിയ ആശങ്ക ഇത് തന്നെയാണ്. ഈ രാഷ്ട്രീയ കളികൾക്കിടയിൽ എങ്ങനെയായിരിക്കും ഒരു ടീമിന് ഇതുവരെ അടുത്ത ലോകകപ്പിൽ ഇന്ത്യൻ ടീം കളിക്കുമ്പോൾ ആരൊക്കെ ആ 11 ഉണ്ടാകും, അല്ലെങ്കിൽ ആരൊക്കെ ആ ടീമിലുണ്ടാകും എന്ന് ഉറപ്പിച്ച് പറയാൻ പറ്റാത്തൊരു സാഹചര്യമുണ്ട്. ആർക്കെങ്കിലും ഫുൾ ടീമിനെ വേണ്ട, ഒരു 10 പേരെയെങ്കിലും ഇപ്പോൾ നമുക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റുന്ന സാഹചര്യമുണ്ടോ? ബൗളിങ്ങിൽ ഒക്കെ നിരന്തരം മാറ്റങ്ങൾ വരുത്തിക്കൊണ്ടിരിക്കുകയാണ് താരങ്ങൾ എന്നാണ്. അതായത് ഒരു കളിക്കാരനും ടീമിലെ തൻ്റെ ബേർത്ത് ഉറപ്പില്ല എന്നുള്ളതാണ്. ഇനി ബേർത്ത് ഉറപ്പിച്ചവനാണെങ്കിൽ അവൻ ഏത് പൊസിഷനിലാണ് ആ കളിക്കാരൻ കളിക്കുക, അദ്ദേഹം കളിക്കുക എന്നുള്ള കാര്യം അദ്ദേഹത്തിന് ഉറപ്പില്ല. ഇത് താരങ്ങളിൽ വലിയ സമ്മർദ്ദം ഉണ്ടാക്കുന്നുണ്ട്. ഇന്ന് ഓപ്പൺ ചെയ്തവനോട് ചെന്നിട്ട് നാളെ 4-ാം നമ്പറിൽ ബാറ്റ് ചെയ്യണം എന്ന് പറയാണ്. സഞ്ജു സാംസണെ ഏതൊക്കെ നമ്പറിൽ ഇറക്കണം എന്നുള്ള കൺഫ്യൂഷൻ ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിന് ഇനിയും മാറിയിട്ടില്ല എന്നുള്ളതാണ്. സഞ്ജുവിൻ്റെ പ്രായം നമ്മൾ നോക്കണം. അദ്ദേഹം എത്ര കാലമായി ഇന്ത്യൻ ക്യാപ്പ് അണിഞ്ഞിട്ട് തുടങ്ങിയിട്ട് എന്നുള്ളത്. ഇനി ഇപ്പോഴും അദ്ദേഹത്തെ ടീമിലെടുത്താൽ അദ്ദേഹത്തെ ഓപ്പണറായി ഇറക്കണോ 4-ാം നമ്പറിൽ ഇറക്കണോ എന്ന് ഇപ്പോഴും ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണെന്നുള്ളതാണ് വലിയ പ്രശ്നം. അവസാനത്തെ ഘട്ടത്തിലേക്ക് വരുമ്പോഴേ 2027 വരെയാണ് ഗൗതം ഗംഭീറിൻ്റെ കാലാവധി എന്ന് പറയുന്നത്. പക്ഷേ അതിനു മുമ്പ് അദ്ദേഹം മാറാനുള്ള സാധ്യത എത്രത്തോളമുണ്ട് MSKയുടെ നിരീക്ഷണത്തിൽ? അതിന് ക്രൂഷ്യലാകുന്നത് ഈ ശ്രീലങ്കൻ പര്യടനമായിരിക്കും, ഈ 2 ടെസ്റ്റുകളായിരിക്കും. ഈ ടെസ്റ്റ് പരമ്പര ഇന്ത്യ നേടുമോ? എന്തെങ്കിലും പ്രതീക്ഷയുണ്ടോ? നമുക്കൊരു 2-3 മാസം മുമ്പുള്ള ഒരു വാർത്ത ഉണ്ടായിരുന്നു. അതായത് ഒരു മാസമില്ല, ഒരു 2 ആഴ്ച മുമ്പുള്ള ബ്രണ്ടൻ മക്കുലത്തിൻ്റെ സ്ഥാനം തെറിച്ചു എന്നുള്ളത്. ബ്രണ്ടൻ മക്കുലം സ്റ്റിൽ അവരുടെ വൈറ്റ് ബോൾ ക്രിക്കറ്റിൽ അവരുടെ കോച്ചാണ്, ഏകദിനത്തിൻ്റെയും T20യുടെയും കോച്ചാണ്. ടെസ്റ്റിലായിരുന്നു ബ്രണ്ടൻ മക്കുലം ഒരുപാട് കാലം. ബാസ് ബോൾ ശൈലിയൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പം ഈ ന്യൂസിലാൻഡിനെതിരെയുള്ള പരമ്പര തോറ്റതോടുകൂടിയാണ് അവരങ്ങനെയുള്ള ഒരു സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഒരു തീരുമാനം എടുത്തത്. ഗംഭീറിനും ഇങ്ങനെ ഒരു സംഭവം ഉണ്ട്. കാരണം ഗംഭീറിൻ്റെ ടെസ്റ്റിലെ കോച്ച് റോൾ മാറാനുള്ള എല്ലാ സാധ്യതയുണ്ട്. വൈറ്റ് ബോൾ ക്രിക്കറ്റിൽ അദ്ദേഹം 2 ലോകകപ്പും ഒരു ചാമ്പ്യൻസ് ട്രോഫിയൊക്കെ നേടിയൊരു ഏഷ്യ കപ്പൊക്കെ നേടിയൊരു കോച്ചാണ്. വൈറ്റ് ബോൾ ക്രിക്കറ്റ് ഈ ഏകദിന T20 ടീമിൻ്റെ കോച്ചായിട്ട് അദ്ദേഹം നിലനിൽക്കാം. പക്ഷേ ടെസ്റ്റിൽ ലക്ഷ്മണനെ പോലെ ഒരാൾ റീപ്ലേസ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അതായത് പറഞ്ഞു വന്ന റൊട്ടേഷൻ സിസ്റ്റം അല്ല, 3 ഫോർമാറ്റിലെ 3 ടീമല്ല, സ്പ്ലിറ്റ് ക്യാപ്റ്റനും അല്ല, സ്പ്ലിറ്റ് കോച്ചായിരിക്കും ഇന്ത്യൻ ക്രിക്കറ്റിൽ ഒരുപക്ഷെ നടക്കാൻ പോകുന്നത്. കോച്ചും ഇപ്പം പല കാര്യങ്ങളും ലോകകപ്പിൽ ലോകത്ത് നടക്കുന്നുള്ളൂ. ഇപ്പം ബ്രണ്ടൻ മക്കുലം, അതിന് പകരം വേറെ ആൾക്കാർ ഇത് കോച്ചായിട്ട് വരാം. ഇപ്പം ഫ്ലമിങ് കോച്ചായിട്ട് അവിടെ വന്നു. അപ്പം അങ്ങനെ ഒരു രീതിയിൽ നോക്കുമ്പം ഈ റൊട്ടേഷൻ പോളിസി എന്നുള്ളത് കോച്ചുമാരുടെ കാര്യത്തിൽ ചോദ്യത്തിലേക്ക് വന്നില്ല, ഉത്തരത്തിലേക്ക് വന്നില്ല. ഇന്ത്യ ഈ ശ്രീലങ്കൻ പര്യടനം നേടുമോ? അതിനുള്ള സാധ്യത എത്രത്തോളം ഉണ്ട്? ശ്രീലങ്കൻ പര്യടനം ഇപ്പം നമ്മളിപ്പം ടീമിനെ സെലക്ട് ചെയ്യുന്നത് പോലും IPL പെർഫോമൻസിൻ്റെ ലെവലിലാണ് എപ്പോഴും സെലക്ട് ചെയ്യാറുള്ളത്. സർഫറാസ് ഖാൻ എന്തുകൊണ്ട് ടീമിലില്ല എന്നുള്ളത് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ചർച്ച ചെയ്തു. കാരണം ഒരു സമയത്ത് നെക്സ്റ്റ് ലെവൽ എന്ന രീതിയിൽ അദ്ദേഹം പ്രോപ്പറായിട്ട് രഞ്ജി ട്രോഫിയിൽ കളിച്ചിട്ടാണ് ഫോം തെളിയിച്ചത്. 2-3 സീസണുകളിൽ 100-ന് മുകളിൽ ശരാശരിയിൽ കളിച്ചൊരു താരമാണ്. എന്നിട്ടും അദ്ദേഹത്തിനൊരു കോൾ കിട്ടിയത് 2024 മാത്രമാണ്. 2019-ലും 20-ലൊക്കെ ഗംഭീരമായിട്ട് തിളങ്ങിയൊരു താരത്തിന് അത്രയും വർഷങ്ങൾ കാത്തിരിക്കേണ്ടി വന്നു. ആക്കിബ് നബി ശരിക്കും വസീം ജാഫർ പറഞ്ഞത് കൃത്യമാണ്. ബുംറയ്ക്ക് പകരക്കാരനായിട്ട് അവസാന നിമിഷം കയറേണ്ടവനല്ല ആക്കിബ് നബി. അപ്പം ഇന്ത്യയുടെ സെലക്ഷൻ സായി സുദർശനൊക്കെ എങ്ങനെയാണ് സെലക്ട് ചെയ്യപ്പെട്ടതെന്ന് നമുക്കറിയാം. അദ്ദേഹം IPL പെർഫോമൻസിൻ്റെ ലെവലിൽ മാത്രമാണ്. അപ്പം T20 ഫോർമാറ്റിലെ പെർഫോമൻസിൻ്റെ പുറത്താണ് പല താരങ്ങളും ഈ ടീമിലേക്ക് സെലക്ട് ചെയ്യപ്പെടുന്നത്. അതെ. അപ്പം ആ ലൈനിൽ നോക്കുമ്പോൾ ഈ ശ്രീലങ്ക കുറച്ചുകൂടി അവരുടെ നാട്ടിലാണ് കളി. എനിക്ക് തോന്നുന്നത് ശ്രീലങ്ക ഒരു ടെസ്റ്റ് സമനില, ഒരു ടെസ്റ്റ് ശ്രീലങ്ക ജയിച്ചിട്ട് 1-0 ശ്രീലങ്ക ജയിക്കാനാണ് എല്ലാ സാധ്യതയും. അങ്ങനെ ഫൈസലെ എന്ത് പ്രതീക്ഷ? ഒരു പ്രവചനം. കാരണം ഇത് തോറ്റു കഴിഞ്ഞാൽ ഇന്ത്യയുടെ മറ്റേ പ്രതീക്ഷ കൂടി തീരും. WT ചാമ്പ്യൻഷിപ്പിന്റെ ഫൈനൽ പിന്നെ നോക്കണ്ട. ഈ രണതുംഗയും ഡിസിൽവയും ഒന്നുമില്ല, സംഘക്കാരെയൊന്നുള്ള അത്രയും ശക്തമായ ശ്രീലങ്കയോടല്ല നമ്മൾ കളിക്കുന്നത് എന്നൂടെ നമ്മൾ മനസ്സിലാക്കണം. എന്നിട്ട് പക്ഷേ ശ്രീലങ്ക കഴിഞ്ഞ സമീപകാലത്തായിട്ട് പരിവർത്തന ഘട്ടം കഴിഞ്ഞു. ഇംഗ്ലണ്ടിൽ ചെന്നിട്ട് ഇംഗ്ലണ്ടിനെ തോൽപ്പിച്ചൊരു ടീമാണ്. അല്ല, അവരിപ്പോ പരിവർത്തന ഘട്ടം കഴിഞ്ഞ ടീമായി മാറിയിട്ടുണ്ട്. അല്ല, എങ്കിൽ പോലും ഇതിൽ വേറൊരു പ്രശ്നം കൂടെ ഉണ്ട്. ഇപ്പം നേരത്തെ 2020
ടീമിനെ വെച്ചിട്ടാണ് സെലക്ഷൻ എന്ന് പറഞ്ഞു. അജിത് അഗാർക്കർക്കെതിരെ ഉയരുന്ന ഏറ്റവും വലിയൊരു ആരോപണം എന്ന് പറയുന്നത് അദ്ദേഹം ആഭ്യന്തര ക്രിക്കറ്റ്, അതായത് രഞ്ജി ട്രോഫി കാണാറേ ഇല്ല. അതിന് പലപ്പോഴും നിർണായക മത്സരങ്ങളിൽ പോലും മുഖ്യ സെലക്ടർ എന്നുള്ള നിലയിൽ അദ്ദേഹത്തിൻ്റെ സാന്നിധ്യം ഉണ്ടാവേണ്ടതാണ്. പക്ഷേ അതുപോലും ഉണ്ടാവുന്നില്ല എന്നുള്ളതാണ് ഉയരുന്ന വലിയ വിമർശനം. അപ്പോഴാണ് IPL സ്വാഭാവികമായിട്ട് എല്ലാവരും കാണും, നമ്മളൊക്കെ കാണുന്നത് പോലെ അഗാർക്കറും അത് കാണും. അതിലെ നന്നായി പെർഫോം ചെയ്ത് അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസ് കൂടുതലുണ്ടാകും ഇത്തരം താരങ്ങൾക്ക്, അവരെ എടുക്കുന്നു എന്നുള്ളതാണ്. മത്സരത്തിലേക്ക് വരികയാണെങ്കിൽ എനിക്ക് തോന്നുന്നു പരമ്പര ഇന്ത്യ നേടാനുള്ളൊരു സാധ്യത, പ്രത്യേകിച്ച് ശ്രീലങ്കയ്ക്കെതിരെ ആയതിനാൽ ഇന്ത്യ പരമ്പര നേടും എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. ജഡേജയുടെ ഒരു ഫോം നിർണായകമായിരിക്കും. ജഡേജ, കുൽദീപ് യാദവ്, KL രാഹുൽ, ഈ 3 പേർ മാത്രമേ ശ്രീലങ്കയിൽ ഇതിനു മുമ്പ് ടെസ്റ്റ് കളിച്ചിട്ടുള്ളൂ. ഈ ടീമിലുള്ള നിലവിലുള്ള ടീമിൽ ജഡേജയ്ക്ക് ഇതിന് ഈ ശ്രീലങ്കയ്ക്കെതിരെ ഒരു സെഞ്ചുറിയും മറ്റുമൊക്കെ ഉണ്ട്. അപ്പോൾ ആ 3 പേരും ടീമിലുണ്ട് എന്നതൊരു ആശ്വാസമാണ്. അതേസമയം ബഹുഭൂരിഭാഗം താരങ്ങളും ആദ്യമായിട്ടാണ് 2017 ഇന്ത്യ ഒടുവിൽ ശ്രീലങ്കയിൽ കളിച്ചതെന്ന് ഓർക്കണം. അതായത് 9 വർഷത്തോളമാകുന്നു ഇന്ത്യ ശ്രീലങ്കയിൽ ഒരു പര്യടനം, തൊട്ടടുത്ത രാജ്യമായിട്ട് കൂടി അവിടെ പോയി ഒരു കളി കളിച്ചിട്ട് എന്നുള്ളതാണ്. അപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് പ്രതീക്ഷിക്കാം. എന്തായാലും ഈ പരമ്പര നിർണായകമാണ്. മറ്റാർക്കല്ല, കളിക്കാരെ സംബന്ധിച്ച് മാത്രമല്ല, കോച്ചിനും മുഖ്യ സെലക്ടർക്കും മുഖ്യ കോച്ചിനുമൊക്കെ അവരുടെ സ്ഥാനം സുരക്ഷിതമാകുമോ എന്നുള്ളതാണ്. ഈ പരമ്പര നോക്കുകയാണെങ്കിൽ ഒരുപാട് തലകൾ ഉരുളുന്നത് നമ്മൾ കാണേണ്ടി വരും ഇന്ത്യൻ ക്രിക്കറ്റിൽ. എന്തായാലും പോസിറ്റീവായതൊക്കെ നല്ലത് തന്നെ സംഭവിക്കട്ടെ. ഇന്ത്യൻ ക്രിക്കറ്റ് പകട്ടോടുകൂടി തുടരട്ടെ എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. മറ്റൊരു വിഷയവുമായി വീണ്ടും കാണാം ടാക്ടിക്സിൽ. നമസ്കാരം.